പണ്ഡിതർക്ക് വേണ്ടി ഈ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഒരു ആദർശ പന്ഥാവിലൂടെ വഴി നടക്കുന്ന പണ്ഡിത സഹോദരങ്ങൾക്ക്, ദാഴികൾക്ക്, പ്രബോധകർക്ക് മുഴുവൻ അള്ളാഹു സാധ്യമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമയം 9:34 ഒരു 11:45 അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയപരിധി അതിനപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ പ്രയാസമാകും എന്ന് കരുതുകയാണ്. അതിനുള്ളിൽ ഇന്നിവിടെ സനദ് ദാനം സ്വീകരിച്ച അല്ലെങ്കിൽ സനദ് വാങ്ങിയ പണ്ഡിതരടക്കമുള്ള മുതഅല്ലിമീങ്ങൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം നസായി ഹദീസ് പണ്ഡിതനാണ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വഹാബികളിലെ ആലിമീങ്ങൾ എത്രയാണ് എന്ന് മഹാനായ ഇമാം നസായി തങ്ങൾ കണ്ടെത്തിയത് സ്വഹാബികളിൽ 18 പണ്ഡിതന്മാരാണ് ഉണ്ടായത്. 18 പേർ. അതിനുശേഷം അല്ലാമ ഇബ്നു റജബ് തങ്ങൾ അത് ഒന്നുകൂടെ കൂട്ടി 21 ആലിമീങ്ങൾ സ്വഹാബികളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആലിം എന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇത് മതി. 1,23,000 സ്വഹാബിമാർ ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ 1,00,000-ലേറെ സ്വഹാബിമാർ ഹജ്ജിന് വരാത്തവർ എത്ര കാണും? ഈ സ്വഹാബികളിൽ മൊത്തം ആലിമീങ്ങൾ എത്ര പേരുണ്ട് എന്നതിന് ഇമാം നസായി തങ്ങൾ അൽ ഉലമാഉ മിനസ് സ്വഹാബ വമൻ റുവിയത് അൻഹുൽ അഹാദീസ് എന്നൊരു ബാബ് തന്നെ ഇട്ടുകൊണ്ട് മഹാനവറുകൾ പറയുന്നത് 18 പേരാണ്. 18 ആലിമീങ്ങളാ സ്വഹാബികൾ ഉണ്ടായത്. ആലിം എന്ന ഒരു ക്രൈറ്റീരിയൻ കൊടുത്താൽ, ആരാണ് ആലിം എന്ന് നിർവചിക്കുകയാണെങ്കിൽ ആ ഗുണങ്ങൾ അടങ്ങിയ പേർ സ്വഹാബികളിൽ 18 പേർ. ഒന്നുകൂടെ കടന്നാൽ 21 പേരെ ഉണ്ടായിരുന്നു. അപ്പൊ പിൻഗാമികളിൽ കടന്നു വരുന്ന ആലിമീങ്ങൾ എന്ന് പറയപ്പെടുന്നവരിൽ എത്ര പേര് കാണും ശരിയായ ആലിം എന്ന പദവിക്ക് അർഹതയുള്ളവർ? ഇതൊരു വലിയൊരു ദൗത്യമാണ്. നമ്മൾ ദീനിന്റെ ഖാദിമീങ്ങളാണ്. മഹാനായ അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൈനാ ബിദ്ദഹബി ഇത് പറയുന്നത് സീർ അലാമുൻ നുബലാഇന്റെ രചയിതാവ് ഇമാം ദഹബിയെ കുറിച്ചാണ്. അല്ലാഹു നമുക്ക് ചെയ്ത വലിയൊരു നിഅമത്തായിരുന്നു ഇമാം ദഹബി. വകുന്നാ നഉദ്ദുഹു ഖുദ്വതൻ ലനാ ഫീ സുബാന. ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് ഇമാം ദഹബി ഞങ്ങളുടെ മാതൃകയായിരുന്നു. ഇബ്നു ഹജർ തങ്ങൾ പറയാ, ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയാ, എന്നിട്ട് ഫലമ്മ ശരിബത്തു സംസം, പരിശുദ്ധമായ സംസം വെള്ളം ഞാൻ കുടിച്ചപ്പോൾ നവൈതു, ഞാൻ നിയ്യത്ത് വെച്ചു. സംസം കുടിക്കുമ്പോൾ നിയ്യത്ത് വേണമെന്നാണ് ഇബ്നു ഹജർ തങ്ങൾ പറയാ. ഇബ്നു ഹജർ അസ്ഖലാനി അൽ മുഹദ്ദിസുർ റബ്ബാനി മഹാനവറുകൾ പറയാണ്, ഞാൻ സംസം കുടിച്ചപ്പോൾ നിയ്യത്ത് ചെയ്തു അൻ അസ്വില ഫീ ഹിഫ്ദിൽ ഹദീസ് ഇലാ മാ വസല ഇലൈഹി ദഹബി. ഹദീസ് പഠിക്കാൻ ഇമാം ദഹബിയെ പോലെ എനിക്ക് സാധിക്കണം എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ സംസം കുടിച്ചു. ഫലമ്മാ വസൽതു ഇലാ മാ വസൽതു തമന്നൈതു ലൗ കുന്തു സിത്തു. അങ്ങനെ അല്ലാഹു എനിക്ക് ഇൽമു തന്നു, ഹദീസ് പഠിക്കാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് ഹദീസുകളും ഹദീസിന്റെ സനദുകളും മത്നുകളും പഠിക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു, റബ്ബേ ഇമാം ദഹബിയെ പോലെ ആവണം എന്ന് കൊതിച്ചതിൽ നിന്ന് ഒരൽപ്പം കൂടെ കൂടുതൽ ചോദിക്കാമായിരുന്നു അള്ളാഹുവിനോട് എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പറയാം. കുന്നാ നഉദ്ദുഹു ഖുദ്വതൻ ലനാ ഫീ സുബാന. വലിയ പണ്ഡിതരെ കണ്ടുകൊണ്ടാണ് നമ്മൾ വളരേണ്ടത്. അവിടെ എത്തണം എന്ന ആഗ്രഹം വേണം. ആലിമീങ്ങൾ വളരെ കുറവാണ്. ദീനിന്റെ ഖാദിമീങ്ങൾ ഒരുപാടുണ്ട്, ദാഇകൾ ഒരുപാടുണ്ട്. നമ്മൾ ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ സ്വഹീഹുൽ ബുഖാരി മുഴുവൻ നമ്മൾ ഒരു ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? സ്വഹീഹുൽ ബുഖാരി മുഴുവൻ, സ്വഹീഹ് മുസ്ലിം മുഴുവൻ നമ്മൾ ഖറഅ അലൈഹി ഒരു ഉസ്താദിന്റെ അടുത്ത് ഓതിയിട്ടുണ്ടോ? സുനദു തിർമിദിയോ ഇബ്നു മാജയോ അബൂ ദാവൂദോ
ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹ്, ഇബ്നു ഖുസൈമ തങ്ങളുടേത്, ഇബ്നു അബി ദുന്യ തങ്ങൾ, നമ്മൾ ഏത് കിതാബുകളാണ് മുഴുവൻ ഒരു ഉസ്താദിന്റെ ഗുരുനാഥന്റെ മുമ്പിൽ ഓതിയിട്ട് ഏതെങ്കിലും തഫ്സീറുകൾ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ മുഴുവനായി നമ്മൾ തഫ്സീർ ഒരു പണ്ഡിതനിടെ ഓതാൻ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചില നുബുതകൾ, ചില സാമ്പിളുകൾ മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആലിം എന്ന് പറയാൻ കഴിയില്ല. ആലിമിന് ഉണ്ടായിരിക്കേണ്ട ചില സിഫാത്തുകളെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആ സിഫാത്തുകളെത്തിയവർ സ്വഹാബികളിൽ 21 പേര് മാത്രമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളടക്കം, സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളടക്കം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളടക്കം സ്വഹാബികളിൽ 21 പേര് മാത്രം. സിദ്ദീഖ് തങ്ങളും ഉമർ എന്നിവരും ഉസ്മാൻ തങ്ങളും അലിയാർ തങ്ങളും അവരിൽ പെടും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മനുഷ്യന് വലിയ 2 അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങൾ പറയുമായിരുന്നു, അൽ അഖ്ലു വഹ്യുൻ മിനൽ ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. നമ്മുടെ മുതഅല്ലിമീൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 2 മസ്ദറുകളാണ് അല്ലാഹു മനുഷ്യന് ഇൽമിന് നൽകിയത്. വിജ്ഞാനം ലഭിക്കുന്ന 2 ഉറവിടങ്ങളാണ്. അതിലൊന്ന് അഖ്ലാണ്, മറ്റൊന്ന് വഹ്യാണ്. അഖ്ൽ എന്ന് പറയുന്നത് വഹ്യുൻ മിനൽ ദാഖിൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വഹ്യാണ്. വഹി എന്ന് പറയുന്നത് അഖ്ലുൻ മിനൽ ഖാരിജ്, പുറത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന അഖ്ലാണ്. അത് ബുദ്ധിയാണ്. പക്ഷേ നമുക്കുള്ളിലല്ല, അത് പുറത്തുനിന്ന് പടച്ച നമ്പുരാൻ തരണം. അതാണ് വഹി. വഹി എന്നത് പുറമേ നിന്ന് ലഭിക്കുന്ന ബുദ്ധിയും, ബുദ്ധി എന്ന് പറയുന്നത് അകത്ത് നിന്ന് ലഭിക്കുന്ന വഹയുമാണ്. എന്തൊരു മനോഹരമായ വാക്കാണിത്. മഹാനായ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറയാം, ഈ 2 സോഴ്സുകളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു ഉലമാഇനെ വളർത്തിയെടുത്തത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. മനുഷ്യനായത് അറിവുകൊണ്ടാണ്, ഇൽമുകൊണ്ടാണ്. ഇൽമില്ലായിരുന്നുവെങ്കിൽ, ജ്ഞാനമില്ലായിരുന്നുവെങ്കിൽ, അറിവില്ലായിരുന്നുവെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. ആദം നബിയേ മലക്കുകൾക്ക് സർവ്വ വസ്തുക്കളുടെയും ഇസ്മുകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. മാലാഖമാരുടെ ഒരു ലോകം, മനുഷ്യൻ കാണാത്ത ഒരു ലോകമാണ്. അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളെ വിശ്വസിക്കുന്നത് ഒരു മുസ്ലിമിന്റെ വിശ്വാസ കർമ്മങ്ങളിൽ 6-ൽ 1ആണത്. അൽ ഈമാനു ബിൽ മലായിക ഖൽഖുൻ നൂറാനിയ്യുൻ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, നമ്മുടെ ഭൗതിക കണ്ണുകളെ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത, അഖലുള്ള, ദിഹിനുള്ള, ത്വാഅത്തുള്ള, പടച്ചവൻ അനുസരിക്കുന്ന ബുദ്ധിയും വിവേകവുമുള്ള, എന്നാൽ മനുഷ്യന് കാണാനൊക്കാത്ത അല്ലാഹുവിന്റെ പവിത്രങ്ങളായ സൃഷ്ടികളാണ് അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലേ? ആ മലക്കുകളെക്കാൾ സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു ആദരിച്ചതും ബഹുമാനിച്ചതും അവരെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചതും ഏത് കാരണം കൊണ്ടാണ്? ഇൽമു കൊണ്ടാണ്. അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. അറിവാണ് മനുഷ്യനെ മനുഷ്യനാക്കിയത്. അറിവില്ലായിരുന്നെങ്കിൽ നമ്മളും ജീവജാലങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? മനുഷ്യനെന്ന് ഹമ്മുഹും അൽ ബത്നു വൽ ഫർജ്, മനുഷ്യൻ 2 ആഗ്രഹങ്ങളുടെ പിന്നിൽ ഓടുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് മനുഷ്യന്റെ ഹിസ് ബെല്ലി, മനുഷ്യന്റെ വയറ്,
മറ്റൊന്ന് മനുഷ്യന്റെ സെക്ഷൽ അപ്പറ്റൈറ്റ്സ്, മനുഷ്യന്റെ വൈകാരികമായ ദാഹം. മനുഷ്യന്റെ വികാരത്തെ ശമിപ്പിക്കാനും മനുഷ്യന്റെ വയറിന് ഇഷ്ടമായ ഭക്ഷണം നൽകാനും മനുഷ്യൻ ഏറെ സമയം കണ്ടെത്തുന്ന ഒരു കാലം, ധാർമ്മിക ച്യുതിയുടെ ഒരു കാലഘട്ടമായി അന്ത്യനാളിനെ വിവരിച്ചെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷൻസ് ലോകത്ത് ഇല്ലാതെ വരും. ബുദ്ധിപരമായ മനുഷ്യന്റെ ഇടപെടലുകൾ വെറുതെ സമയങ്ങളെ മനുഷ്യൻ അല്ലാഹു നൽകുന്ന വഹ്യും മിനദ്ദാഖിൽ, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹ്യാണ് മനുഷ്യന്റെ അഖ്ല്, മനുഷ്യന്റെ ബുദ്ധി. വഹി എന്ന് പറയുന്നത് അഖ്ലും മിനൽ ഖാരിജ്. ഈ രണ്ട് അഖ്ലുകളെയും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ ആ മനുഷ്യന് ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ധർമ്മം, ഇതിന്റെ ദൗത്യം എന്താണെന്ന് അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അഖ്ല ലിൽ കാഫിർ അൽ കാഫിറു ലാ അഖ്ല ലഹു എന്ന് ഹബീബുനാ തങ്ങൾ പറയാൻ കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവനിഷേധിയായ ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണം എന്ന് പോലും ആലോചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന് ഒരു വസ്തുവും സ്വയമേ ഉണ്ടാവുക സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക് ലാ അഖ്ല ലഹു, ആ മനുഷ്യന്റെ ബുദ്ധിയേ ഇല്ല എന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? അഖ്ലും വഹ്യും മിനദ്ദാഖിൽ, മനുഷ്യന്റെ അഖ്ല് കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന സംഗതിയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു പടച്ചവനില്ല, അവരെയാ കാഫിർ എന്ന് പറയാം. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാ, ഒരു സൃഷ്ടാവില്ല. ഇന്ന് സയൻസിന്റെ ഈ ലോകത്ത് ഒരാൾക്കത് പറയാൻ കഴിയില്ല. എന്തേന്നറിയോ? നമുക്കൊക്കെ നമ്മുടെ കോശങ്ങളിൽ DNA എന്ന് പറഞ്ഞ സാധനമുണ്ട്. DNA-യിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, ഒരു ചെറിയ മാനിപ്പുലേഷൻ, എന്തെങ്കിലും DNA സെല്ലുകളെ നമ്മൾ ശാസ്ത്രകാരന്മാർ മാറ്റിമറിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുച്ചൂടും അത് മാറ്റാൻ കഴിയുന്ന DNA എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ അടിക്കടിക്ക് വെച്ചതാണ്. DNA എന്ന് പറയുന്നത് വളരെ മുഅക്കദായ മഅലൂമാത്തുകളാണ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻഫർമേഷൻ. അതൊരിക്കലും ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാവുക സാധ്യമല്ല. എങ്ങനെ DNA ഉണ്ടായി മനുഷ്യന്റെ ബീജകോശങ്ങളിൽ? أم خلقوا من غير شيء أم هم الخالقون. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ബുദ്ധിയോട്, ഉള്ളിൽ കിടക്കുന്ന വഹി, അതായത് ബുദ്ധിയോട് ഖുർആൻ സംവദിക്കുന്നത്. ഖുർആൻ വേണമെങ്കിൽ 2 പേജ് മതിയായിരുന്നു വിശുദ്ധ ഖുർആൻ പൂർത്തിയാവാൻ, അല്ലെങ്കിൽ അതും വേണ്ട, 2 പേജ് മതി. അർക്കാനുൽ ഇസ്ലാമും അർക്കാനുൽ ഈമാനും, ആഖിറത്തെ കുറിച്ചുള്ള ഏതാനും ചില വരികൾ, അത് മതിയാകുമായിരുന്നു. പക്ഷേ 6236 ആയത്തുകളാണ്. 6236 ആയത്തുകൾ. 666 എന്ന് പറയാറുണ്ട്, പറയാൻ എളുപ്പമുള്ളതാണ്. അത്ര ആയത്ത് ഖുർആനിൽ ഇല്ല. 6236 6236 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് സംവദിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ ചർച്ച ചെയ്യാൻ, മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. 1-2 പേജുകൾ മതിയാകാകുമായിരുന്ന വഹ്യ് 9 പേജുകളുള്ള കിതാബുകൾ അമ്പിയാക്കന്മാർക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു. 9 പേജുകളേ ഉള്ളൂ. ഖുർആൻ എത്ര പേജുകളാണ്? 500-ലേറെ 600-ലേറെ പേജുകളാണ്. ഓരോ വരികൾക്കും 100 കണക്കിന് പേജുകൾ വ്യാഖ്യാനം എഴുതേണ്ടി വരും. എന്തിനിതൊക്കെ? മനുഷ്യന്റെ മനസ്സിനോട് അല്ലാഹു സംവദിക്കുകയാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ള ധർമ്മം ഈ വിശുദ്ധ വചനങ്ങളെ പഠിക്കുക തന്നെയാണ്. ഈ വിശുദ്ധ വചനങ്ങളുടെ ഗാഢമായ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് മനുഷ്യരിൽ പ്രത്യേകിച്ച് പണ്ഡിതർ ചെയ്യേണ്ട ദൗത്യം. അല്ലാഹു മനുഷ്യനോട് സംവദിക്കുകയല്ലേ. പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്,
പക്ഷേ ഒരു സർട്ടാവില്ലാതെ, ഒരു ഡിസൈനർ ഇല്ലാതെ, ഒരു ഇന്റലിജൻസ് സോഴ്സ് ഇല്ലാതെ DNA ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് സയൻസാ പറയുന്നത്. ചാറ്റ് ജിപിടിയോട് ചോദിച്ചാൽ ചാറ്റ് ജിപിടി പറഞ്ഞിരുന്നുണ്ട്. ഞാൻ അതിനോട് ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ചാറ്റ് ജിപിടിക്ക് വേറൊരു ഇന്റലിജൻസ് ഉണ്ട്. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിക്ക് വേണ്ട രീതിയിൽ മറുപടി തരാൻ മൂപ്പർക്ക് കഴിയും. നിങ്ങളൊരു അവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മറുപടി തരാനും ചാറ്റ് ജിപിടിക്ക് കഴിയും. അതൊരു അന്തിമമാക്കല്ല. മനുഷ്യന്റെ അക്കല് നോക്ക്. അല്ലാഹു ചോദിക്കുകയാണ്, ഈ സങ്കീർണമായ മനുഷ്യനെ കുറിച്ചുള്ള അറിവ്, ഒരു വാപ്പയുടെ ബീജത്തിൽ നിന്നൊരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ആ പിതാവിന്റെ നഖത്തിന്റെ കളർ പോലും, വിരലിന്റെ രൂപം പോലും, ചുണ്ടും പല്ലുകളും കണ്ണും കൺപുരികവും തലമുടി പോലും, എന്തിനേറെ ചിരിയും ശബ്ദം പോലും ആ കുഞ്ഞിലേക്ക് കൈമാറുന്നത് DNA എന്ന് പറയുന്ന അതിസങ്കീർണമായ വൈജ്ഞാനിക എൻസൈക്ലോപീഡിയകളിലൂടെയാണ്. ഇതില്ലെങ്കിൽ മനുഷ്യനില്ല. മിൻ നുത്ഫത്തിൻ ഖദ്ദറഹു മിൻ നുത്ഫത്തിൻ ഖദ്ദറഹു. അല്ലാഹു വളരെ മനോഹരമായി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു നുത്ഫയിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന് അല്ലാഹു പറയുന്നിടത്ത് DNA പോലെയുള്ള അതിസങ്കീർണമായ വിവരങ്ങളെ അല്ലാഹുവാണ് അതിന്റെ ഉള്ളിൽ വെച്ചത്. മനുഷ്യനിൽ ചെയ്യുക സാധ്യമല്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. ഖുർആൻ ചോദിക്കുകയാണ്, ഖുർആനിൽ പരന്നു കിടക്കുകയാണ് ചോദ്യങ്ങൾ. നിങ്ങൾ പറയൂ, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ആരും സൃഷ്ടിക്കാതെ നിങ്ങൾ താനേ ഉണ്ടായതാണോ? അല്ലാഹു ഖാലിഖാണെന്ന് ഖുർആനിന്റെ വളരെ സ്വരീഹായ നസ്സാണ്. പക്ഷെ അല്ലാഹു അഖലിനോട് സംവദിക്കുകയാണ്, മനുഷ്യനോട് ചോദിക്കുക. ചോദിക്കേണ്ട കാര്യം പടച്ചവനുണ്ടോ? ഞാൻ ഖാലിഖാൻ, അംഗീകരിച്ചോളൂ ഇത് പറഞ്ഞാൽ മതി. പക്ഷെ അല്ലാഹു ചോദിക്കുകയാണ് ബുദ്ധിയോട്. അൽ വഹ്യു മിനദ് ദാഖിൽ, മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹയിനോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂ മനുഷ്യരെ, നിങ്ങളാണോ ജനിപ്പിച്ചത്? ആണോ? അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും ലോകത്ത് സുന്ദരനും സുന്ദരിയായിട്ട് വരൂലേ? അതിബുദ്ധിമാനിയായിട്ട് വരൂലേ? വാപ്പാക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വാപ്പയുടെ നുത്ഫ ഉമ്മയുടെ അണ്ഡവുമായി കൂടിച്ചേർന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ നുത്ഫത്തിൻ അംഷാജിൻ, ഉമ്മയുടെ അണ്ഡവും പിതാവിന്റെ ബീജവും കൂടിച്ചേർന്ന അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്, അതിനെ പടക്കുന്നതാരാ? വാപ്പയാണോ? അല്ല. ഉമ്മയാണോ? അല്ല. ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ? ഉമ്മയും വാപ്പയും അല്ല. അല്ലാഹു ചോദിക്കുക, നിങ്ങളാണോ? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ, അതല്ല നിങ്ങളാണോ നിങ്ങളെ പടച്ചത്? രണ്ട് ചോദ്യം. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? അതെന്തായാലും സാധ്യമല്ല. ഈ മൈക്കൊക്കെ ഇവിടെ വെറുതെ വന്നിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കോ? ഒരാളോട് വെച്ചതാണ്, ഇവിടെ പ്ലേസ് ചെയ്ത്, അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാ ഒരു കമ്പ്യൂട്ടർ. അത് വെറുതെ ഉണ്ടായി എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ ഒരാൾ ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ മൈൻഡ്, ഒരു ബദിആയ മുസവ്വിറായ ഖാലിഖായ ബദിആയ അല്ലാഹു അതിന്റെ പിന്നിലുണ്ട്. അത് പഠിപ്പിക്കാനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അൽ അഖ്ലു മിനൽ ഖാരിജ്, പുറത്ത് കിടക്കുന്ന ഒരു ബുദ്ധിയുമായി വഹയുമായി അഷ്റഫുൽ ഖൽഖിനെ, ലോകത്തെ പ്രവാചകന്മാരെ മുഴുവനും സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹിം അജ്മഈൻ, അവരെല്ലാം കടന്നു വന്നത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹയിനെയും പുറമെ നിന്ന് കിട്ടുന്ന രണ്ട് വഹയുകളെ, രണ്ട് അഖ്ലുകളെ മനുഷ്യന് ബോധിപ്പിച്ചു തരാനാണ്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? ഒരിക്കലുമല്ല. മനുഷ്യനാണോ മനുഷ്യനെ പടച്ചത്? അതുമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളല്ല, വെറുതെയുമല്ല. എന്നാൽ നിങ്ങളോ വെറുതെയോ അല്ലാത്ത വേറെ ഒരു മാസ്റ്റർ മൈൻഡ്, ഒരു ജീനിയസ് ആയ ഒരു എഞ്ചിനീയറിംഗ് ഈ സൃഷ്ടിപ്പിന്റെ പിറകിൽ കിടന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പിന്റെ പിറകിൽ കിടക്കുന്ന സോഴ്സാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ.
നിങ്ങൾക്ക് സൃഷ്ടി ചെയ്തു തന്ന, ഖൽഖ് ചെയ്തു തന്ന ഓരോ കുഞ്ഞിന്റെയും ഓരോ ഇലയുടെയും മണൽ തരികളുടെയും വായുവിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് വാതകങ്ങളുടെയും കണികകളെ അതിസൂക്ഷ്മമായി പടച്ചു തന്ന ഒരു ഖാലിഖുണ്ട്. ആ ഖാലിഖിനെ അറിയാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഖാലിഖിനെ അറിയാനാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യന്റെ മുമ്പിൽ കിടക്കുന്ന തുറന്ന പുസ്തകം, കിതാബ്, അത് ഖൽഖാൻ, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഹാദാ ഖൽഖുല്ലാഹ് അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. These are the creations of God Almighty, and show me what did the other gods create. വളരെ മനോഹരമായ ഒരു ചോദ്യം. ഇതൊക്കെ അല്ലാഹ് പടച്ചതാണ്. പടച്ചവനല്ല എന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങൾ പറഞ്ഞു തരണം, പടച്ചവനല്ലാത്തവർ ഇവിടെ എന്താ പടച്ചു വെച്ചിട്ടുള്ളത് എന്ന്. മനുഷ്യന്റെ ബുദ്ധിയോടാണ് ഖുർആൻ സംവദിക്കുന്നത്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. മനുഷ്യന് ചർച്ച ചെയ്യാനും പറയാനും പഠിക്കാനും ഓർത്തെടുക്കാനും ഗണനം ചെയ്യാനും ഗഹനം ചെയ്യാനും ഇതിനേക്കാൾ മനോഹരമായ ഒരു ടെക്സ്റ്റ്, ഇതിനേക്കാൾ മനോഹരമായ ഒരു വാചകം, ഒരു കലിമത്ത് അല്ലെങ്കിൽ ഒരു കലാം മനുഷ്യന്റെ മുമ്പിലില്ല. അഹ്സനൽ ഹദീസ്, the most beautiful words of wisdom. ഇത് ഇറക്കി തന്നത് അല്ലാഹുവാണ് നബിയേ. പുണ്യ നബി തങ്ങളാണോ? അല്ല. എന്തുകൊണ്ടല്ല? തങ്ങളുടെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആനെങ്കിൽ ഇവിടെ ഇരിക്കുന്ന റഹീമുകളായ ഉസ്താദുമാർ നിങ്ങൾ ഹദീസ് ഓതിയവരാണ്. ഹദീസുകളുടെ നസ്സുകൾ എടുത്തു വെച്ചിട്ട് ഖുർആന്റെ നസ് ഇവിടെയും വെക്കുക. പുണ്യ നബി തങ്ങൾ പറഞ്ഞ സ്വരീഹായ ഹബീബിന്റെ കലാമായ വിശുദ്ധമായ ഹദീസ്, ആ ഹദീസിന്റെ വാക്കുകളും ഹദീസിന്റെ ശൈലിയും വിശുദ്ധ ഖുർആനിന്റെ ശൈലിയും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ഹദീസ് ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടത്, ഹദീസുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് വിശുദ്ധ ഖുർആൻ നബിതങ്ങളുടെ വാക്കല്ല എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ്. ഹബീബിന്റെ വാക്കാണെങ്കിൽ ഹദീസിന്റെയും ഖുർആനിന്റെയും ശൈലി ഒരുപോലെയാവണം. അല്ലല്ലോ, രണ്ടും വ്യത്യസ്തമാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് ഏത് റിവായത്ത് ഹഫ്സിന്റെ ശൈലിയിൽ ഓതിയിട്ടും കാര്യമില്ല. അത് ഹദീസാണെന്ന് ഭാഷയുടെ സൗഖ് അഭിരുചിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു ദീനിനെ ഹിഫ്ള് ചെയ്യുന്ന രീതിയാണ്. വളരെ മനോഹരമാണ്, വളരെ മനോഹരമാണ്, വളരെ മനോഹരം. വിശുദ്ധ നബി തങ്ങൾ പറയുന്നു, ഇത് ഞാൻ എന്റെ വകയായി കൊണ്ടുവന്നതല്ല, മിൻ തിൽഖാഇ നഫ്സി, ഞാൻ കൊണ്ടുവന്നതല്ല, ഇതെനിക്ക് കിട്ടിയതാണ്, അല്ലാഹു എനിക്ക് അവതരിപ്പിച്ചു തന്നതാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹാ. വിശുദ്ധ ഖുർആനിന്റെ യുഫസ്സിറു ബഅദുഹു ബഅദാ, ഖുർആനിന്റെ ചില ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ. മുതശാബിഹിന്റെ ഒരർത്ഥം അതാണ്. യുഫസ്സിറു ബഅദുഹു ബഅദാ വയുഅവ്വിലു ബഅദുഹു ബഅദാ വയുഅവ്വിലു ജുസ്ഉഹു ജുസ്ആ. ഖുർആനിന്റെ ഓരോ ഭാഗവും ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ്, പൂരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സൂറത്ത് പഠിച്ചിട്ട് കാര്യമില്ല, ഖുർആൻ മുഴുവൻ പഠിക്കണം. ഖുർആൻ മുഴുവൻ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഫലമ്മാ ഹലക സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് മഹാനവറുകൾ വഫാത്തായപ്പോൾ എന്ന് പറയാൻ അല്ലാഹു തആല ഫലമ്മാ ഹലക യൂസുഫ് അലൈഹിസ്സലാം ഹാലിക്കായപ്പോൾ അങ്ങനെ പറയോ പഠിച്ചോനെ? ഫലമ്മാ തുവഫിയ ഫലമ്മാ മാത അങ്ങനെയല്ലേ പറയുള്ളൂ. എന്തേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഹലക എന്ന് പ്രയോഗിച്ചത്? അപ്പ മരിച്ചോ എന്ന് പറഞ്ഞ് മാത്ത അബി എന്ന് പറഞ്ഞ് ഒരാൾ ഓടി വരുമ്പോൾ കരഞ്ഞു വരുമ്പോഴേ ഹൽ ഹലക അബൂഖ് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ഈ ചോദിച്ച ആളെ ചിലപ്പോ ആക്രമിച്ച് എന്റെ വാപ്പയെ ഇൻസൾട്ട് ചെയ്തു എന്നാ പറയാ. എന്തുകൊണ്ട് അല്ലാഹു അങ്ങനെ ഹലക എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞു? അതറിയണമെങ്കിൽ ആയത്തുൽ ഖലാലയെ കുറിച്ച് പറയണം. ആയത്തുൽ ഖലാലയിൽ പറഞ്ഞ അല്ലാഹു
അവിടെ ഉപയോഗിച്ച് ഹലകംറുൻ എന്ന് പറഞ്ഞ ആ ഒരു ഹലക്കയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് മക്കളില്ലായിരുന്നു. മക്കളില്ലാതെ മരിക്കുന്ന ഒരാൾക്ക് ഹലക എന്നാണ് അറബി ഭാഷയിൽ പറയുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഖുർആൻ മുതശാബിഹൻ യുക്മിലു ബഅ്ദുഹു ബഅ്ദാ, ഓരോ ഭാഗങ്ങൾ ഖുർആനിന്റെ മറ്റു ഭാഗങ്ങളെ പൂർത്തിയാക്കി തരികയാണ്. മഅനകളെ സൗജും ഇംറഅത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ മുതശാബിഹാൻ, യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മഥാനി, നിരന്തരമായി ഓതി കേൾപ്പിക്കപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണിത്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, ലോകരക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ കോരിത്തരിക്കും ഖുർആനിന്റെ പാരായണം കേൾക്കുമ്പോൾ. ثم تلين جلودهم وقلوبهم إلى ذكر الله. ഈ വിശുദ്ധ വചനങ്ങളുടെ മാസ്മരികമായ ശക്തിയിൽ മനുഷ്യന്റെ തൊലിപ്പുറങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയം പോലും അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് മനുഷ്യന്റെ മനസ്സുകൾ ഇങ്ങനെ സാഗൂതം ശ്രദ്ധിക്കുന്നത് കാണാൻ കഴിയും. അത് വിശുദ്ധ വചനത്തിന്റെ പ്രത്യേകതയാണ്. ذلك هدى الله, ഇത് അല്ലാഹു നൽകുന്ന സന്മാർഗമാണ്. യഹ്ദീ ബിഹി മൻ യശാ, സന്മാർഗം വേണം എനിക്ക്, ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ഞാനിവിടെ തോന്നുന്ന പോലെ ജീവിക്കേണ്ടവനല്ല എന്ന് തീരുമാനിക്കുന്ന മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ് ഖുർആൻ ഇവിടെ നിലകൊള്ളുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. യഹ്ദീ മൻ യശാ, അലാ മൻ യശാ, മൻ യശാഉൽ ഹിദായ, ആർക്ക് സന്മാർഗ ദർശനം വേണമോ അവർക്ക്, അല്ലാഹു ഉദ്ദേശിക്കുന്നവരാരോ അവർക്ക് അല്ലാഹു ആർക്കാ സന്മാർഗ ദർശനം കൊടുക്കുന്നത്. അത് വേണമെന്ന് പറഞ്ഞതിലേക്ക് മുഖബിലായി വരുന്ന ആളുകൾക്ക്, എനിക്കത് വേണം എന്ന് ആലോചിച്ചു വരുന്നവർക്കാണ് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത്. എന്നല്ലാതെ അല്ലാഹു നമ്മളെ മജ്ബൂറാക്കിയതല്ല. ചില ആളുകൾക്ക് അത് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല. അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ ഖദാ അവിടെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ ഒരു ഇഖ്തിയാറിനെ ബന്ധപ്പെടുത്തിയാണ് ഹിദായത്തിനെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നത്. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞ ആ ഒരു വചനത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇമാം ദഹബിയെ കുറിച്ച് അങ്ങനെ ഒരു പണ്ഡിതനായി, ഹദീസിന്റെ ഹിഫ്ദ് എനിക്ക് വേണം പടച്ചവനെ, അല്ലാഹു എനിക്ക് ഹിഫ്ദ് വേണം, ഹദീസ് മനഃപാഠമാക്കണം, ഹദീസ് പഠിക്കണം, ഇമാം ദഹബിയെ പോലെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട് സംസം കുടിച്ച മഹാനപുരുഷൻ ഇമാം ദഹബി തങ്ങളെ ബിദ്അത്തുകാരൊക്കെ പറയും അവര് ബിദ്അഈ ആശരക്കാരനാണെന്ന്. അങ്ങനെയൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാഹു അലം. ഇമാം ദഹബി തങ്ങൾ ഇബ്രാഹിമുൽ ഹർബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വാക്ക് മഹാനായ മഅറൂഫുൽ ഹർഖി തങ്ങളെ സംബന്ധിച്ച് തർജമ ചെയ്തിടത്തെ വഖബ്റു മഅറൂഫിൻ അത്തിരിയാഖുൽ മുജറബ്, ഇത് രേഖപ്പെടുത്തിയത് ഇമാം ദഹബി തങ്ങളാണ്. ഇമാം മഹാനായ മഅറൂഫുൽ ഖർഖി തങ്ങൾ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വലിയ, ആ വലിയിന്റെ ഖബർ അത്തിരിയാഖുൽ മുജറബ്. അത്തിരിയാഖുൽ മുജറബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ശമനം ലഭിക്കുന്ന മരുന്നാണ് ആ മഹാന്റെ ഖബർ എന്ന് ഇമാം ഇബ്രാഹിമുൽ ഹർബി തങ്ങൾ പറഞ്ഞതിനെ മഹാനവറുകൾ ഉദ്ധരിച്ചുകൊണ്ട് ശരിവെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിലായത്തിന്റെ മർത്തബയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഖബറിനെ സംബന്ധിച്ച് വഖബറുഹു യുസാർ, സിയാറത്ത് ചെയ്യപ്പെടുന്ന ഖബറാണ് അദ്ദേഹത്തിൻ്റെത് എന്നൊക്കെ പല മഹാന്മാരെ കുറിച്ച് ദഹബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആശയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, മദ്ഹബുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ. പക്ഷേ ചാപ്പയടിച്ചിട്ട് ഇവർ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളല്ലേ ഈ പറയുന്നത്, കുന്നാ നഉദ്ദുഹു ഖുദ്വതൻ ലനാ ഫീ സുബാന. ഹദീസിന്റെ ഹിഫ്ള് എനിക്കത് വേണം. എന്തുകൊണ്ട്? അത് ഖുർആനിന്റെ ഹിഫ്ളാണ്. ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത് ഹദീസിന്റെ സംരക്ഷണത്തിലൂടെയാണ്. ഇപ്പൊ ഖുർആനിൽ ചില കാര്യങ്ങളുണ്ട്, ഖുർആനിലുള്ളതേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ, ഹദീസ് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ ഖുർആൻ ഓതാത്തവരാണ്.
ഖുർആൻ ഓതുന്നവർക്ക് അറിയാലോ, അതിലൊരു ആയത്തുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. എന്റെ റസൂല് നിങ്ങൾക്ക് കൊണ്ടുതന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. എന്റെ റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യരുത്. ഇത് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? എന്റെ ഹബീബിന്റെ ഹദീസ് പഠിക്കണം എന്നാണ്. ഈ ആയത്തല്ലേ ഈ പറയുന്ന ഹദീസ് പഠിക്കണം എന്ന്. അപ്പൊ എങ്ങനെ ഞങ്ങൾ ഖുർആനുള്ളതേ സ്വീകരിക്കൂല, അപ്പുറത്തേക്ക് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അവര് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, ഹദീസ് എന്താണെന്ന് അറിയില്ല. ഖൗമുൻ ജാഹിലൂൻ അഅ്രിദ് അനിൽ ജാഹിലീൻ. അവർക്ക് ഉത്തരം കൊടുക്കാനോ മറുപടി കൊടുക്കാനോ പോയിട്ട് കാര്യമില്ല. ഹദീസിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ മനോഹരമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ലൗ ഹമ്മ റജുലുൻ ബിസ്സീനി ബിവദ്ഇൽ ഹദീസ് ലഅലിമഹു ഉനാസുൻ ബിബഗ്ദാദ് ഫഖാലു ഫുലാനുൻ കദ്ദാബുൻ വാദിഉൻ. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പറയാ, ചൈനയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ലൗ ഹമ്മ റജുലുൻ ബില്ലൈലി വദഅ ഹദീസിൻ, ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത ഒരു ഹദീസ് ചൈനയിലുള്ള ഒരു മനുഷ്യൻ ഒരു രാത്രി സമയത്ത് തീരുമാനിക്കുകയാണ്, ഞാൻ നുണയായി ഒരു ഹദീസ് രേഖപ്പെടുത്താൻ പോവാണ് എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണെങ്കിൽ ലഅലിമഹു റിജാലുൻ ബിബഗ്ദാദ്. ചൈനയിൽ കിടക്കുന്ന മനുഷ്യൻ രാത്രിയിൽ തീരുമാനിച്ചത് ഒരു കള്ള ഹദീസ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ ഇങ്ങിവിടെ ഇറാഖിൽ കിടക്കുന്ന ബഗ്ദാദിൽ കിടക്കുന്ന ഹദീസിന്റെ പണ്ഡിതന്മാർ അവർക്കത് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഫഖാലു ഫുലാനുൻ കദ്ദാബുൻ വാദിഉ, ഇന്ന ആൾ ഹദീസ് നുണ പറയുന്ന മനുഷ്യനാണ്, അയാൾ നുണയനാണ്, നുണ പറയുന്നവനാണ്, ഹദീസ് നുണയായി പടച്ചുണ്ടാക്കുന്ന ആളാണെന്ന് ബഗ്ദാദിൽ നേരം വെളുക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു ഇൽഹാം കൊടുക്കും. ആര് പറഞ്ഞു? ഇമാമുന ബുഖാരി തങ്ങൾ. അത് ഹദീസിന്റെ ഒരു പ്രത്യേകതയാണ്. ചൈനയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ രാത്രിയിൽ തീരുമാനിച്ചൊരു കള്ള ഹദീസ് എഴുതണമെന്ന് നേരം വെളുക്കും മുമ്പ് ബഗ്ദാദിലെ പണ്ഡിതന്മാർ ആ ആലോചിച്ച മനുഷ്യനെ കുറിച്ച് ഇവിടുന്ന് പറയും, ആ മനുഷ്യൻ നുണ പറയുന്ന ആളാണ്, ഹദീസിൽ കള്ള ഹദീസ് കടത്തിക്കൂട്ടുന്ന ആളാണ്. അങ്ങനെ ഒരു പവർ ഈ ദീനിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇത് ദീനിന്റെ ഹിഫ്ളാണ്. ബുഖാരി ഇമാം പറയാറുണ്ട്, ഞാൻ ഏതൊരു ഹദീസും എന്റെ കൈകൊണ്ട് രേഖപ്പെടുത്തുന്നതിന്റെ മുമ്പ് ഇല്ലാ വറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമി, ഓരോ ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടിയും 2 റക്അത്ത് നിസ്കരിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും പുണ്യ നിബിതങ്ങൾ ഇത് സ്വഹീഹാണെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തതിന്റെ ശേഷമാണ് ഞാൻ എൻ്റെ സ്വഹീഹിൽ ഹദീസുകൾ രേഖപ്പെടുത്തിയത് എന്ന് പറഞ്ഞ മഹാനാണ് മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി എന്ന് പറയുന്ന ബുഖാരി ഇമാം. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന് പണ്ഡിത ലോകം അങ്ങനെ അംഗീകാരം നൽകാൻ കാരണമായത് ഹബീബിനെ സ്വപ്നം കണ്ടുകൊണ്ടല്ലാതെ ഹബീബിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടാതെ ഒരു ഹദീസ് പോലും സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം അവറുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. അത്ഭുതമല്ലേ? ഹബീബിന്റെ ഇടപെടലുകൾ ഈ ലോകത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഇമാം ബുസ്രി തങ്ങളെ സംബന്ധിച്ച് തന്നെ പറയാറില്ലേ, فمبلغ العلم فيه أنه بشر. പുന്നാരി നബി തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്, അവിടുത്തെ മനാഖിബുകൾ എന്താണ് എന്ന് പറഞ്ഞു തീർക്കാൻ കഴിയാതെ ഇമാം ബുസ്രി തങ്ങളുടെ ലോകപ്രസിദ്ധമായ ബുർദ എന്ന് പറയുന്ന ആ സ്നേഹ കാവ്യ വരികളിലൂടെ അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇമാം ബുസ്രി തങ്ങൾക്ക് 2 വരി പാടുന്നിടത്ത് 1 വരി കിട്ടി. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. മനുഷ്യന് ലഭ്യമായ അറിവുകൾ വെച്ച് നോക്കിയാൽ മനുഷ്യന് പറയാൻ കഴിയുന്നത് പുണ്യനിബിതങ്ങൾ ജിന്നല്ല, മലക്കല്ല, ഹബീബാനിബിതങ്ങൾ മനുഷ്യർ തന്നെയായിരുന്നു. അത് ശരി തന്നെ. പക്ഷേ സാധാരണ മനുഷ്യനെ പോലെയാണോ? അല്ല.
ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. അതിന്റെ ശേഷം എന്താണ് പൂരിപ്പിക്കേണ്ടത് എന്നറിയാതെ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇന്ന് അലക്സാൻഡ്രിയയിൽ ഈജിപ്തിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഇമാം ബൂസീരി തങ്ങളെ മഹാനായ അബുൽ അബ്ബാസിൽ മിർസി എന്ന് പറയുന്ന മഹാനായ ത്വരീഖത്തിന്റെ ശൈഖിന്റെ മഖാമിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഇമാം ബൂസീരി തങ്ങളെ യാഖൂത്ത് തങ്ങളുടെ അരികത്ത് കിടക്കുന്ന മഹാനായ ഇമാമുന ബൂസീരി തങ്ങളെ ആ മഖാമിൽ ബുർദ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. മനോഹരമായി യാഖൂത്തുൽ അർശ് തങ്ങളുടെ മഖാമ് മഹാനായ അബുൽ അബ്ബാസിൽ മിർസി തങ്ങൾ ഇമാം ബൂസീരി 3 മഖാമുകൾ 3 ജാമിഉകൾ അവിടെ ഉണ്ട്. 3 വലിയ പള്ളികളുണ്ട് അവിടെ. മഹാനായ ഇമാം ബൂസീരി തങ്ങൾ സ്വപ്നത്തിൽ കണ്ടു റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാൻ തന്നെ പറയുകയാണ് എങ്ങനെയാണ് ആ വരി പൂർത്തിയാക്കേണ്ടത് എന്നറിയാതെ ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ ഫാലജ് ബാധിച്ച്, ഫാലജ് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോവുക, പാരലൈസ് ആയി പോവുക, കാലങ്ങ് കുഴഞ്ഞു പോയി എഴുന്നേൽക്കാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്ന ഇമാം ബൂസീരി തങ്ങൾ തന്റെ രോഗത്തിന് ശിഫ കിട്ടാൻ വേണ്ടി നേർച്ചയാക്കിയതാ ഹബീബിന് വേണ്ടി മദ്ഹ് ചെയ്യാന്നുള്ളത്. അതാണ് ബുർദയുടെ മഹാത്മ്യം. പുണ്യനബി തങ്ങൾ വരികയും മഹാനായ ഇമാം ബൂസീരി തങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നും ആ പരിശുദ്ധമായ ഹബീബിന്റെ ഫവജത്തു ബർദ കഫിഹി ഫീ ളഹരി, എന്റെ നെഞ്ചത്ത് വെച്ച കൈയിന്റെ തണുപ്പ് എന്റെ പുറത്തു പോലും എനിക്ക് അനുഭവപ്പെട്ടു. അത് സ്വപ്നത്തിലായിരുന്നു. എന്നിട്ട് എനിക്ക് പാടിത്തന്നു ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ മൗലായ എന്ന് തുടങ്ങുന്ന വരികൾ പോലും ഹബീബ് സ്വപ്നത്തിൽ കൊടുത്തതാണെന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ടത്രേ. അതുകൊണ്ടാണ് ബുർദയിലുടനീളം ആ വരികൾ ആവർത്തിക്കുന്നത്. പുണ്യനബി തങ്ങൾ ആ സ്വപ്നത്തിൽ കൈവച്ചു കൊടുത്തതിന് ശേഷം വകഅന്നമാ ബിഹി ഫാലജ്, തന്റെ കാലുകൾക്ക് ഒരസുഖവും ഇല്ലാത്ത പോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടാണെന്ന് സുബ്ഹി നിസ്കരിച്ചത് ഇമാം ബൂസീരി തങ്ങൾ. പുണ്യനബി തങ്ങൾ കൊടുത്ത ഹബീബിന്റെ റൂഹാനിയായ ഇടപെടലായിരുന്നു അത്. ഇത് വിശ്വസിക്കാൻ ഒരു സുന്നിക്കും പ്രയാസമല്ല കേട്ടോ. പിന്നെ ഈ മായാവി എന്നൊക്കെ പറയുന്ന കുറെ മായാവികളുണ്ട്, അവരോട് നമ്മൾ വർത്താനം പറയാൻ പോകാറില്ലല്ലോ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പ്രകാരം ഹബീബായ നബി തങ്ങളും ഔലിയാക്കന്മാരും ഈ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള യോഗ്യത അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ലാത്തവരാണ്. റൂഹ് എന്താണെന്ന് മനസ്സിലായാൽ അത് തിരിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകൾ ലോകത്ത് സംരക്ഷിക്കപ്പെടാൻ അങ്ങ് ചൈനയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഒരു ഹദീസ് നുണയായി രേഖപ്പെടുത്തണമെന്ന് രാത്രി ആലോചിച്ചാൽ നേരം വെളുക്കുമ്പോ ബഗ്ദാദിലെ പണ്ഡിതന്മാർ വിളിച്ചു പറയുമത്രേ ഫുലാനുൻ കദ്ദാബുൻ വാദിഉൻ. ഇന്നാലിന്ന ചൈനയിൽ കിടക്കുന്ന ആ പണ്ഡിത വേഷം കെട്ടിയ മനുഷ്യൻ നുണ പറയുന്ന ആളാണ്, ഹദീസ് പടച്ചുണ്ടാക്കുന്നവനാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള പണ്ഡിതന്മാരെ അല്ലാഹു ഈ ദീനിന്റെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇമാമുന ബുഖാരി തങ്ങൾ. ഈ ബുഖാരി തങ്ങളാണ് ഹദീസ് രേഖപ്പെടുത്തുമ്പോൾ പുണ്യനബി തങ്ങളെ സ്വപ്നം കാണുന്നത്. ഓരോ ഹദീസിന് വേണ്ടിയും 2 റക്അത്ത് നിസ്കരിച്ചിട്ടല്ലാതെ ഒരു ഹദീസും ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ ആയിരക്കണക്കിന് ഹദീസുകൾ രേഖപ്പെട്ട് കിടക്കുന്ന 14,000-ലേറെ ഹദീസുകളുടെ ശേഖരമുള്ള ഇമാമുന ബുഖാരി തങ്ങൾ എത്ര റക്അത്തുകൾ ഹബീബായ നബി തങ്ങളുടെ ഈ ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടി സുന്നത്തായിട്ട് മാത്രം നിസ്കരിച്ചു കാണും. ആലോചിച്ചു നോക്കൂ, വലിയ കൗതുകം അതല്ല. ഈ ദീനിന്റെ കാവലാളായി വന്ന ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നേരെ താഴെ കിടക്കുന്ന ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി ആണെങ്കിൽ ആ ബുഖാരിയുടെ രചയിതാവ് വരുന്നത് അറബ് സംസാരിക്കുന്ന നാട്ടിൽ നിന്നല്ല. ബുഖാറയിലെ അറബ് സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ബുഖാറയിൽ പോയി ഉസ്ബെക്കിസ്ഥാനിലാണ് ബുഖാറ. സമർക്കന്ദിലാണ് മഹാന്റെ മഖാമുള്ളത്.
അവിടുത്തുകാർ അറബിയെല്ലാം അവർ ഉസ്ബെക്കി റഷ്യൻ സംസാരിക്കുന്നവർ, റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ, ഉസ്ബെക്കി ഭാഷ സംസാരിക്കുന്നവർ. മുൻകാലങ്ങളിൽ പേർഷ്യൻ സംസാരിക്കുമായിരുന്നവര് മാവറാ അന്നഹ്റ. മാവറാ അന്നഹ്റ എന്ന് പറഞ്ഞാൽ ആ നെഹ്ർ ജയ്ഹൂൻ നദിയാണ്. ജയ്ഹൂൻ സൈഹൂൻ, അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ഒരു സൈഹൂൻ ഉണ്ട്. കുറച്ചുകൂടെ മേലോട്ട് കടന്നാൽ നോർത്തിലേക്ക് പോയാൽ ജയ്ഹൂൻ നദിയുണ്ട്. സൈഹൂനും ജയ്ഹൂനും. ഈ ജയ്ഹൂൻ നദിയുടെ അപ്പുറത്തുള്ള നാടുകൾ പഴയകാലത്തെ സോവിയറ്റ് റഷ്യക്ക് നമ്മുടെ ആലിമീങ്ങൾ മാവറാ അന്നഹ്ർ എന്ന് പറയാറുണ്ടായിരുന്നത്. ആ നെഹ്ർ ജയ്ഹൂൻ സൈഹൂൻ നദികളാണ്, നിങ്ങൾക്കറിയുമായിരിക്കും. അവിടെ അറബി സംസാരിക്കാറില്ലായിരുന്നു. അങ്ങനെ അറബി മാതൃഭാഷയായി ബുഖാരി തങ്ങൾ ഹുജ്ജത്തുൻ ഫിൽ ലുഗ, അറബ് ഭാഷയിലെ ഹുജ്ജത്താണ്. അത് വേറെ വിഷയം. പക്ഷെ അവരുടെ നാട്ടിൽ അറബിയുണ്ടോ? ഇല്ല. അവർ ജന്മന അറബി സംസാരിക്കുന്നവരായിരുന്നുവോ? ആയിരുന്നില്ല. പക്ഷേ അവര് ഭാഷ പഠിപ്പിച്ചു. ലോകം മുഴുവൻ അതിന്റെ പ്രചാരകരായ ആലിമായി ദാഇയായി ലോകത്ത് ദഅവത്ത് ചെയ്തു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ദീനിന്റെ കാവലാണ് ഹദീസ്. ആ ഹദീസിന്റെ സംരക്ഷണം അല്ലാഹു ഏൽപ്പിച്ചത് അറബി ഭാഷയുള്ള ഒരു നാട്ടുകാരനെയല്ല. ഇമാം മുസ്ലിം തങ്ങൾ അറബ് ഭാഷ സംസാരിക്കുന്ന ആളല്ല, പക്ഷെ സംസാരിച്ചിട്ടുണ്ട്. മാതൃഭാഷയാണോ? അല്ല. അബൂദാവൂദ് എന്നവർ മാതൃഭാഷ അറബിയാണോ? നസായി തങ്ങൾ ആണോ? ഇബ്നു മാജ തങ്ങൾ ഇവരാരും, മുസ്ലിം തങ്ങൾ ഇവരാരും മാതൃഭാഷ അറബിയല്ല. അവരുടെ നാട് മുഴുവൻ അനറബി നാടുകളാണ്. അള്ളാഹുവിന്റെ ദീൻ അറബികൾക്ക് മാത്രമുള്ളതല്ല എന്ന് ഇതിൻ്റെ ഉള്ളിലൂടെ വലിയൊരു ആശയം അള്ളാഹു പറയാതെ പറയുന്നത് പോലെ നമുക്ക് മനസ്സിലാകുന്നില്ലയോ? ഈ ദീൻ മനുഷ്യന് ലഭിച്ച അഹ്സനൽ ഹദീസ്. ഈ ഹദീസൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ല, മനുഷ്യന്റെ മസ്തിഷ്കത്തോട് സംവദിക്കാൻ കഴിയുന്ന നന്മകളിൽ വെച്ച് ഏറ്റവും നല്ലത്, മനുഷ്യന് ചിന്തക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ലത് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും സാരാംശങ്ങളാണ്. അതതിന്റെ ആശയങ്ങൾ പഠിക്കുമ്പോഴേ അറിയുള്ളൂ. എല്ലാ മതങ്ങൾക്കും എല്ലാ ആശയങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകാം. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത അതൊന്ന് വ്യത്യസ്തമാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله. ലോകരക്ഷിതാവായ പടച്ചവൻ, ഖാലിഖായ അല്ലാഹു, എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ്, ആ റബ്ബിനെ മാത്രമേ പേടിക്കേണ്ടതുള്ളൂ എന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ് ഖുർആൻ. മനുഷ്യന് അടിമയല്ല, മനുഷ്യന്റെ അടിമയാവേണ്ടവരല്ല. പിന്നെയോ ഇബ്തഅസനല്ലാഹു ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. പടച്ചതമ്പുരാൻ എന്തിനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത് എന്ന് കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മഹാനായ സ്വഹാബി വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ചത് എന്തിനാണെന്നറിയോ? ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദ്. മനുഷ്യന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാതിരിക്കാൻ, മനുഷ്യന്റെ മുമ്പിൽ നിന്ദനാവാതിരിക്കാൻ. ഈ മനുഷ്യന് ജനനമുണ്ട്, മരണമുണ്ട്. ആ ജനനവും മരണവുമുള്ള മനുഷ്യൻ എത്ര വലിയ പണക്കാരനാണെങ്കിലും, പണമോ സമ്പത്തോ പവറോ അധികാരമോ മനുഷ്യന്റെ ഏതെല്ലാം സ്വാധീനമുണ്ടാവട്ടെ, എല്ലാം നിശ്ചലമായി പോകുന്ന ഒരു നിമിഷമുണ്ട്. എല്ലാം ഇല്ലാതെയായി പോകുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ ചില ടൈമുകളുണ്ട്. പള്ളിയുടെ പ്രസിഡന്റ് എല്ലാ കാലം പ്രസിഡന്റാണോ? അല്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ മെമ്പറായിട്ട് മാറേണ്ടി വരും. രാജ്യത്തിന്റെ പ്രസിഡന്റ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ മരിക്കോളം അങ്ങനെ ആവോ? അല്ല. അതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ അഴിച്ചു വെച്ച് പോരേണ്ടി വരും. ഈ ആളുകളെയാണ് ചില ആളുകൾ ദൈവമായി കാണുന്നത്. അതുകൊണ്ടാ സ്വഹാബി പറയുന്നത്, മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഞങ്ങളെ പടച്ചത് എന്തിനാണെന്നറിയോ? എന്തിനാ പറഞ്ഞയച്ചതെന്ന്? മനുഷ്യന്റെ അടിമയാവാതെ മനുഷ്യരുടെ രക്ഷിതാവിന്റെ അടിമയാക്കാനാണ് ഞങ്ങളുടെ ദീൻ ഞങ്ങളെ പഠിപ്പിച്ചത്. എന്തൊരു മനോഹരമാണത്! ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് രണ്ട് ആജാനുബാഹുക്കളായ രണ്ട് മനുഷ്യന്മാർ കടന്നു വരുന്ന രംഗം. നല്ല ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാർ.
ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് കിസ്റ രാജാവ് ഹുർമുസാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. എന്തിനെന്നറിയുമോ? ഈ അന്ത്യപ്രവാചകനെ കൊല ചെയ്യുകയും വധിക്കുകയും ചെയ്തിട്ട് ആ പുണ്യപ്രവാചകന്റെ ശരീരത്തിന്റെ തോലുകൾ വൈക്കോല് കൊണ്ട് നിറച്ചുകൊണ്ട് ഇങ്ങ് സിറിയയുടെ തലസ്ഥാനമായ അസ്ഫഹാനിലേക്ക് കൊണ്ടുവരണം. ആ ദൗത്യവുമായി പുണ്യനബിയെ വധിക്കാൻ ഉത്തരവ് കൊടുത്തുകൊണ്ട് പറഞ്ഞയച്ചപ്പോ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർ, അതികായന്മാരായ രണ്ടാളുകൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നബി തങ്ങളെ കാണുമ്പോഴേക്കും അവരുടെ മുഖത്ത് ഭാവമാറ്റങ്ങൾ ഉണ്ടായി. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് ഒരു സാധാരണക്കാരനായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? 23 വർഷക്കാലം കൊണ്ട് ഹബീബായ നബി തങ്ങൾ മാറ്റം വരുത്തിയത് ഒരു മഹല്ലല്ല, ഒരു പഞ്ചായത്തല്ല. പുണ്യനബി തങ്ങൾ മാറ്റം വരുത്തിയത് ലോക സംസ്കാരങ്ങളിലേക്കാണ്, തലമുറകളിലേക്കാണ്. നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പ്രതിഫലനമാണ് ഹബീബിന്റെ വാക്കുകൾക്കുണ്ടായതെങ്കിൽ ഇതൊരു സാധാരണ മനുഷ്യന് സാധ്യമാകുമായിരുന്നോ? പുണ്യനബി ഞങ്ങളെ കണ്ടപ്പോൾ രണ്ടുപേർക്കും പേടി തോന്നി. നബി ഞങ്ങളെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, മൻ അർസലകുമാ, നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടതാരാണ്? പുണ്യനബി ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, കിസ്റയല്ലയോ, കിസ്റ ഇബ്നു ഹുർമുസ് അല്ലേ പറഞ്ഞയച്ചത്? ഖാല നഅം, അതെ അതെ അതെ. തങ്ങൾ പറഞ്ഞു, ഖതലഹു ഇബ്നുഹു അൽ ബാരിഹ, നിങ്ങൾ ഇറാനിൽ നിന്ന് പേർഷ്യയിൽ നിന്ന് എന്നെ കാണാൻ മദീനയിലേക്ക് എന്നെ കൊല്ലാൻ വേണ്ടി വരുമ്പോൾ നിങ്ങളെ ദൗത്യമേൽപ്പിച്ച ഈ കിസ്റ രാജാവ്, അയാളുടെ മകൻ തന്നെ അയാളെ ഇന്നലെ രാത്രി കൊലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാലം, ടെലിവിഷൻ ഇല്ലാത്ത കാലം, ഫോൺ സന്ദേശങ്ങളില്ലാത്ത കാലം, 1500-ലേറെ കിലോമീറ്ററുകൾ കടൽ കടക്കുകയാണെങ്കിൽ 800-ഓ 900-ഓ കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഒരു രാജ്യത്ത് ഇന്നലെ രാത്രി നിങ്ങളെ എന്റെ മുമ്പിലേക്ക് പറഞ്ഞയച്ച ഇതേ രാജാവിന്റെ മകൻ നിങ്ങളെ പറഞ്ഞയച്ച ഈ രാജാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ആർക്ക് വേണ്ടിയാ നിങ്ങളെ പേടിച്ചിരിക്കുന്നത്? പുണ്യനബി കൊടുത്ത മെസ്സേജ് ഇതായിരുന്നു, നിങ്ങളെപ്പോലെ ജീവനും മരണവുമുള്ള ഒരാളെ സ്വന്തം മകൻ ആ രാജാവിനെ വധിക്കുമ്പോൾ തന്റെ മകന്റെ കൈപിടിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാതെ വന്ന ദുർബലനായ ഒരു മനുഷ്യനെ പേടിച്ചുകൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷി കുറക്കാത്തൊരു ദൗത്യവുമായി ഇങ്ങ് മദീനയിലേക്ക് നിങ്ങൾ വന്നത്? അയാളെയാണോ പേടിക്കേണ്ടത്? അതല്ലെങ്കിൽ ആ മനുഷ്യനെയും എന്നെയും നിങ്ങളെയും എല്ലാം പടച്ച കരുണാവാരിധിയായ കരുണാ കടാക്ഷമായ മരണം കഴിഞ്ഞാൽ ആ റബ്ബിന്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ട റഹീമായ റാഹിമായ മാലിക്കുൽ മുലൂക്ക്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവേ അധികാരത്തിന്റെ ഉടമസ്ഥൻ നീയാണ് റബ്ബേ അധികാരത്തിന്റെ ഉടമസ്ഥൻ. ഇവിടെ അധികാരികൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മുൽക്കിൽ നിന്ന് അവർ അവരുടേതെന്ന് പിടിച്ചു വെക്കുന്ന ചില തോന്നലുകൾ മാത്രമാണ്. യഥാർത്ഥമായ മുൽക്ക് ആരുടേതാണ്? അല്ലാഹുവിൻ്റെതാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. കിസ്റ രാജാവിനെയാണോ നിങ്ങൾ പേടിക്കുന്നത്? അധികാരം നൽകുന്നത് പടച്ചവനാണ്. ആ പടച്ചവൻ തന്നെയാണ് അധികാരം മനുഷ്യരിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത്. എന്തുകൊണ്ട് പിടിച്ചു വാങ്ങുന്നു എന്നറിയോ? അധികാരം ആരും വെറുതെ വിട്ടുകൊടുക്കൂല. അതുകൊണ്ട് പടച്ചവൻ പിടിച്ചു വാങ്ങല. അതുകൊണ്ടാണ് യൻസിഉൽ മുൽക് മിമ്മൻ തശാ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. എല്ലാം പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാഹു പറയുന്നു, ബിയദികൽ ഖൈർ. അധികാരം നൽകിയാലും പിടിച്ചു വാങ്ങിയാലും, അഭിമാനം നൽകിയാലും അപമാനം ചാർത്തിയാലും
അല്ലാഹുവേ നിന്റെ ഇടപെടലുകളെല്ലാം ഖൈറു മാത്രമാണ് റബ്ബേ. ബിയദിക്കൽ ഖൈർ. അങ്ങനത്തെ റബ്ബിനെ അല്ലയോ പേടിക്കേണ്ടത്? ഈ കിസ്റയാണോ നിങ്ങൾ പേടിക്കുന്നത്? കിസ്റയെ ഇന്നലെ അയാളുടെ മകൻ കൊല ചെയ്തിരിക്കുന്നു എന്ന് ഈ രണ്ട് മനുഷ്യരോട്, ദൂതരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം, മനുഷ്യൻ മനുഷ്യന്റെ അടിമയാവരുത്. മനുഷ്യന്റെ അടിമയാവരുത്. മനുഷ്യൻ റബ്ബിന്റെ അടിമയാവണം, അല്ലാഹുവിന്റെ അടിമയാവണം. അവനാണ് അധികാരത്തിന്റെ ഉടമസ്ഥൻ, അവനാണ് മാലിക് യൗമിദ്ദീൻ, ഖിയാമത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അധികാരം റബ്ബിന്റേതാണ്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആർക്കാണ് ഇന്നത്തെ രാജാധികാരമെന്ന് റബ്ബ് ചോദിക്കുന്ന ദിവസമല്ലയോ യൗമുൽ ഖിയാമ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സർവേശ്വരനായ അല്ലാഹുവേ നിനക്കല്ലാതെ മറ്റാർക്കാണ് എന്ന് ഖിയാമത്തിന്റെ നിശബ്ദത മൗനം മറുപടി പറയുന്ന ഒരു ദിവസം. അതുകൊണ്ട് അല്ലാഹുവേ നിന്റെ സവിധത്തിലേക്ക് തിരിച്ചു വരേണ്ടവരാണ് ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നീ ആരാണെന്നറിയണം. ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോ വഇലൈഹിൻ നുശൂർ, പടച്ചവനിലേക്കാണ് നമ്മുടെ മടക്കം. ആ പടച്ചവനിലേക്ക് തിരിച്ചു നടന്നു പോകുമ്പോൾ ആരെയാണോ നമ്മൾ കാണാൻ പോകുന്നത്, ആ ആളെ നമ്മൾ അറിയേണ്ടയോ? അത് പഠിപ്പിച്ചു തരാനാണ് ആദം നബി വന്നത്, ഇബ്രാഹിം നബി വന്നത്, നൂഹ് അലൈഹിസ്സലാം വന്നത്, ഹൂദ് നബി വന്നത്, സ്വാലിഹ് നബി വന്നത്, സുലൈമാൻ അലൈഹിസ്സലാം വന്നത്, ഈസ അലൈഹിസ്സലാം വന്നത്, യഹ്യാ നബി വന്നത്, സക്കരിയ നബി വന്നത്, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നതും ആ റബ്ബിനെ അറിയാനും പരിചയപ്പെടാനും തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ അറിയലാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അറിവ്. ആ അറിവില്ലാത്തൊരു മനുഷ്യന് അൽ കാഫിറു ലാ അഖ്ല ലഹ്, പടച്ചവനുണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ ഞങ്ങൾ എക്സാണ്, ഞങ്ങള് മതമില്ലാത്തവരാണ്, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആളുകളെ ഇസ്ലാം വിളിക്കുന്ന പേര് ദൈവനിഷേധത്തിന്റെ ആളുകളെന്നാണ്. അതിനാണ് കുഫ്ർ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം അത് താനേ ഉണ്ടായി എന്ന് പറയുന്ന തീർത്തും അൺസയന്റിഫിക്. സയൻസ് ഒരിക്കലും അങ്ങനെ പറയില്ല. സയൻസിന് ഏതൊരു റിസൾട്ടിനും ഒരു ഇഫക്റ്റിനും ഒരു കോസ് വേണമെന്ന. ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം. ഏതൊരു വസ്തുവിനും ഒരു പ്രൈം മൂവർ വേണം, ഒരു ക്രിയേറ്റർ വേണം. പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന ചോദ്യത്തിന് മനുഷ്യന് ഉത്തരമുണ്ടോ? ഇല്ല. ഈ പ്രപഞ്ചം തുടങ്ങിയിടത്തേക്ക് തിരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. മഹാവിസ്ഫോടനത്തിലൂടെ ആ പ്രപഞ്ചം ഉണ്ടായത് എന്ന് സങ്കല്പിക്കുക. അത് ശരിയാണെന്നൊന്നും ഇപ്പൊ ആരും പറയുന്നില്ല. ഡാർവിനിസത്തിന്റെ, ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് ഇവല്യൂഷൻ പോലും തെറ്റാണ് എന്ന് സയന്റിസ്റ്റുകൾ ഉറക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അടുത്ത കാലം വരെ പറയാൻ ഇച്ചിരി മടിയുണ്ടായിരുന്നു. മനുഷ്യൻ കുരങ്ങുന്നും ചിമ്പാൻസിനും ഉണ്ടായതാണെന്ന്. ഇപ്പൊ പറയുന്നു ആ തിയറി പ്രാബല്യത്തിൽ നിൽക്കുന്നില്ല. എന്തേ? ചില മിസ്സിംഗ് ലിങ്കുകൾ കാണാനില്ല. ഡാർവിൻ അങ്ങനെ ആലോചിച്ചു, പക്ഷേ ഓൺ ഗ്രൗണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. മനുഷ്യന്റെ ബുദ്ധി കോടാനുകോടി കൊല്ലം കഴിഞ്ഞാലും ഈ ബുദ്ധിന്റെ ഉള്ളിൽ കിടക്കുന്ന, ചിമ്പാൻസിയിൽ കിടക്കുന്ന ന്യൂറോണുകളുടെ അല്ലെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന നെർവസ് സിസ്റ്റം പോലെയല്ല മനുഷ്യൻ്റേത്. അത് എത്രയായിരം കോടി കൊല്ലം കഴിഞ്ഞാലും പരിണാമം കൊണ്ട് മാറുന്നതല്ല മനുഷ്യന്റെ മസ്തിഷ്കമെന്ന് സയന്റിസ്റ്റുകൾ ഇന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അതും ശരിയല്ല. മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം. They haven't witnessed creation of themselves nor the creation of the universe. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, അവരെങ്ങനെ ഉണ്ടായി, ഇത് രണ്ടും മനുഷ്യൻ കണ്ടിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. എത്ര മനോഹരമാണ്. അതുകൊണ്ട് ഖുർആൻ മനുഷ്യന്റെ ബുദ്ധിയോട് അൽ വഹ്യു മിനദ് ദാഖിൽ, ഗസാലി ഇമാം വിളിച്ച ഉള്ളിൽ കിടക്കുന്ന വഹയിനോട് ഖുർആൻ സംവദിക്കുകയാണ്. അൽ അഖ്ലു മിനൽ ഖാരിജ് കൊണ്ട് മനുഷ്യൻ ചിന്തിക്കണം എന്നാ പറയുന്നത്. മനുഷ്യൻ ആലോചിക്കണം. അല്ലാഹു അഅലമു ഹൈതു യജ്അലു റിസാലതഹു.
അള്ളാഹുവിന്റെ ഈ ദീനിന്റെ അറിവ് ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത്? നുബുവത്ത് എവിടെയാണ് കൊടുക്കേണ്ടത്? പ്രവാചകത്വം എവിടെയാണ് കൊടുക്കേണ്ടത്? ഇൽമ് ആർക്കാണ് ഏൽപ്പിക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കുന്ന വിഷയമാണ്. യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു. ഈ ഹദീസ് വളരെ ഗൗരവമുള്ള ഹദീസാണ്. നമ്മുടെ റഹീമി ബിരുദം സ്വീകരിച്ച പണ്ഡിത മുതഅല്ലിമീങ്ങളോട്, സുഹൃത്തുക്കളോട്, ദാഇകളോട് സൂചിപ്പിക്കുകയാണ്. യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു. ഈ ഇൽമ്, ദീനിന്റെ ഇൽമ്, ദീനിന്റെ ജ്ഞാനം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന ജ്ഞാനം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന അറിവ്. ആണും കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, പെണ്ണും കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല, ഇനി എങ്ങനെ അരാജകത്വം ചെയ്താലും കുഴപ്പമില്ല, അതിന് അവർക്ക് വേണ്ടി സംവരണം വരെ കൊടുക്കാൻ ഗവൺമെന്റുകൾ റെഡിയാണ്. മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചു കാണിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തൊരു ലോകം. ആലോചിച്ച് നോക്കൂ. ഏത് തെമ്മാടിത്തരത്തിനും ഒരു പ്രശ്നം അവിടെ ഇല്ല. നേർവഴിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് 100 തടസ്സങ്ങൾ അവരുടെ മുമ്പിൽ വരികയാണ്. ഈ ലോകത്ത് നിന്നുകൊണ്ടാണ് ധർമ്മമാണ് നമ്മൾ വിളിച്ചു പറയേണ്ടത്. അവർ കേൾക്കണം, അനുസരിക്കണം, നിർബന്ധമല്ല, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ദാഇമാർ, പ്രബോധകന്മാർ അത് വിളിച്ചു പറയണം. അത് ലോകത്തോട് പറയണം. ഇന്നത് സത്യമാണ്, ഇന്നത് അസത്യമാണ്, ഇത് ധർമ്മമാണ്, മറ്റേ അധർമ്മമാണ്. നൂഹ് അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു. 80 ആളെ കിട്ടി 950 കൊല്ലത്തെ ദഅവത്ത് കൊണ്ട്. അല്ലാഹു തആല ചോദിക്കോ, നൂഹ് നബി നിങ്ങളെ മെമ്പർഷിപ്പ് എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ? അതിനാണോ നൂഹ് നബിക്ക് മാർക്ക് കൊടുക്കുന്നത്? അല്ല. നൂഹ് അലൈഹിസ്സലാം നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നൂഹ് നബി ഇത് ചെയ്തു. ആള് കൂടിയോ ഇല്ലേ, ഇത് വിഷയമല്ല. നമ്മൾ സമ്മേളനത്തിന് അറിയിക്കുന്ന സമ്മേളനം ഉണ്ട് കേട്ടോ, അതറിയുന്നവര് തൗഫീഖുള്ളവർ വരും, അല്ലാത്തവര് വരൂല. ആളെ വിളിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അങ്ങനെയല്ലേ? ഇത് വിളിച്ചു പറയണം. നെല്ലായ ഉസ്താദിന്റെ ആ ഒരു മനോഹരമായ പ്രഭാഷണത്തിൽ ഉസ്താദ് പറഞ്ഞത്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നന്മയിലേക്ക് വിളിച്ചു പറയുന്ന ആളുകൾ നിങ്ങൾക്കിടയിൽ നിന്ന് മുന്നോട്ട് വരണം. ആ ദൗത്യ നിർവഹണത്തിന് നമ്മുടെ പണ്ഡിതന്മാർ തയ്യാറാവണം. യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ. എനിക്ക് ശേഷം വരാൻ പോകുന്ന തലമുറകളിൽപ്പെട്ട ആളുകളിൽ ഉദൂലുഹു, അവരിൽ സത്യസന്ധന്മാരായ നല്ലവരായ ആളുകൾ ഈ ദീനിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യും. യൻഫൂന അൻഹു തഹരീഫൽ ഗാലീൻ. ദീനിലില്ലാത്തത്, ദീനിന്റെ ഭാഗമല്ലാത്തത്, ദീനിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നവർ, വൻസിഹാലൽ മുബ്തിലീൻ. ദീനിലില്ലാത്തത് പടച്ചുണ്ടാക്കുന്നതിനെ നിഷ്കരുണം ചോദ്യം ചെയ്യുന്ന ആളുകൾ, വതഅ്വീലൽ ജാഹിലീൻ. ഇൽമ പഠിക്കാതെ, കിതാബോധി പഠിക്കാതെ, പണ്ഡിതന്മാരുടെ, ഗുരുനാഥന്മാരുടെ, ഉസ്താദുമാരുടെ മുമ്പിലിരുന്ന് ജ്ഞാനം സ്വീകരിക്കാതെ ഏതെങ്കിലും കിതാബുകൾ പരിഭാഷപ്പെടുത്തിയത് വായിച്ചു കൊണ്ടുവന്ന് ഈ ഉമ്മത്തിന്റെ മേൽ ആ മനുഷ്യൻ മനസ്സിലാക്കിയ തെറ്റായ ചിന്തകൾ അടിച്ചേൽപ്പിക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകളോട് നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ യോഗ്യതയുള്ള ഉദൂലുകൾ, സത്യസന്ധന്മാരായ ആളുകൾ ഓരോ കാലഘട്ടത്തിലും മുന്നോട്ട് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുറഹ്മാൻ ഇബ്നുൽ മഹ്ദി, അബ്ദുറഹ്മാൻ ഇബ്നുൽ മുബാറക്, 2 പ്രഗൽഭരായ പണ്ഡിതന്മാരാണ്, ഹദീസ് പണ്ഡിതന്മാരാണ് ഇവര്. താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച ഹദീസ് പണ്ഡിതന്മാരിൽപ്പെട്ട 2 മഹാന്മാർ, മഹാനായ അബ്ദുറഹ്മാനുൽ മഹ്ദി, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഈ ഉമ്മത്തിന്റെ ആദ്യകാലങ്ങളിൽ ഹദീസുകൾ നുണയായി എഴുതി വെച്ചിരുന്ന വാദിഈങ്ങൾ എന്ന് പറയും, ഖദ്ദാബീങ്ങൾ, നുണയായിട്ട് എഴുതി വെക്കുക. ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും.
നമ്മൾ പറയുന്ന പോലും ശരിയല്ല. വഴുതലങ്ങ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ വഴുതലങ്ങ തിന്നുന്നവർക്ക് സ്വർഗണ്ടേ എന്ന് വിളിച്ചു പറയും. അങ്ങനെ തങ്ങൾ പറഞ്ഞിട്ട് പോലുമില്ല. ഇങ്ങനെ നുണണ്ടാക്കി പറയാം. അങ്ങനത്തെ ആളുകൾ ഈ ഉമ്മത്തിന്റെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളുണ്ട്, മുഹമ്മദ് ബിൻ സഈദ് മസ്ലൂബ്. മുഹമ്മദ് ബിൻ സഈദ് എന്തോ നല്ല പേരാണ്, പക്ഷെ ആള് നരകത്തിലേക്ക് പോകുന്ന പണിയെടുത്ത മനുഷ്യനാണ്. മസ്ലൂബാണ്. അയാളെ കുരിശിൽ തറക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ അബ്ബാസി ഭരണാധികാരി മുഹമ്മദ് ബിൻ സഈദ് എന്ന പേര്. 4000 ഹദീസുകളാണ് അയാൾ നുണയാക്കി എഴുതിണ്ടാക്കിയത്. അദ്ദേഹത്തെ അന്നത്തെ അബ്ബാസി ഭരണാധികാരി വിളിച്ചുകൊണ്ടുവന്നു. അയാളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. കൊല്ലാൻ പോകുമ്പോ ഈ മനുഷ്യൻ പറയുന്ന വാക്കെന്താണ്? ലഇൻ ഖതൽതനി വസലബ്തനി, എന്നെ കൊല്ലുകയോ എന്നെ കുരിശിൽ തറക്കുകയോ നിങ്ങൾ ചെയ്താൽ ഫഖദ് തറക്തു ഫീകും 4000 ഹദീഥിൻ, ഞാൻ 4000 ഹദീസ് ഇവിടെ ഇട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. വളഅതുഹു അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് തങ്ങൾ പറയാത്തത് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ച 4000 ഹദീസ് ജനങ്ങളുടെ ഇടയിൽ കിടക്കുന്നുണ്ട്. അബ്ബാസി ഭരണാധികാരി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്. അബ്ദുറഹ്മാനുൽ മഹ്ദിയും അബ്ദുല്ലാഹി ബിൻ മുബാറക്കും എന്ന് പറയുന്ന 2 പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാർ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇത് പടച്ചുണ്ടാക്കി വിട്ട നുണയായ ഹദീസുകളെ ഇവരാർക്കും കണ്ടെത്താൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യനെ മസ്ലൂബാക്കി, കുരിശിൽ തറക്കുന്ന മസ്ലൂബ് എന്ന് പറഞ്ഞ കൈകളിൽ ആണിയടിച്ച് ആ മനുഷ്യൻ വെയിലുകൊണ്ട് വളരെ ദാരുണമായി ഒരു അന്ത്യം അയാൾക്ക് വിധിക്കേണ്ടി വന്നു അന്നത്തെ ഭരണാധികാരി. അത്രമേൽ നുണപ്രചരണം നടത്തിയതിന്റെ പേരിൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കിയതിന് ശേഷം ഖലീഫ വിളിച്ചു അബ്ദുറഹ്മാനുൽ മഹ്ദി തങ്ങളെ, അബ്ദുല്ലാഹി മുബാറക് തങ്ങളെ. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് ബിൻ സഈദിനെ അറിയോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നഅം വാലിഉൻ കദ്ദാബ്, നുണ പറയുന്ന മനുഷ്യനാണ്. പുണ്യനബി തങ്ങൾ പറയാത്തത് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടാക്കുന്ന ആളാണ്. ആള് പറഞ്ഞ ഹദീസുകൾ ഏതൊക്കെയാണ്? അബ്ദുല്ലാഹി മുബാറക് എന്നവരും അബ്ദുറഹ്മാനുൽ മഹ്ദി തങ്ങളും പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഖാല മുഹമ്മദ് ബിൻ സഈദ് ഹദ്ദസനാ 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 എന്ന് പറഞ്ഞ് പുണ്യനബി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന അയാൾ പറഞ്ഞുണ്ടാക്കിയ ഹദീസുകൾ ഓരോന്നോരോന്ന് ആ സദസ്സിൽ ഈ 2 മഹാന്മാരും അനാവരണം ചെയ്ത് നോക്കുമ്പോ 4000 ഹദീസുകൾ ഈ 2 മഹാന്മാരും ഒരു സദസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ മഹാന്മാരെ വിളിച്ചുകൊണ്ട് വരുത്തിയതാ ബഗ്ദാദിലേക്ക്. അയാള് പറഞ്ഞത് 4000. ആ കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ വാദിച്ച അത്ര തന്നെ ഹദീസുകളെ ഈ ഹദീസ് പണ്ഡിതന്മാർ പുറത്തേക്ക് കൊണ്ടുവന്നു. ഹദീസിന്റെ ലോകം വല്ലാത്ത, ഇത് അല്ലാഹുവിന്റെ ഹിഫ്ളാണ്. ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ഹിഫ്ളിന്റെ ഒരു മഅന ഇതാണ്. ഈ ഹദീസുകളെയൊക്കെ ഇങ്ങനെ ലോകത്ത് നിലനിർത്താൻ സാധിച്ചു എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഒരു സയ്യിദത്തായ സഹോദരി ഒരു മോതിരം നമ്മുടെ സ്ഥാപനത്തിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. അല്ലാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു നീ അർഹമായ പ്രതിഫലം നൽകണേ പടച്ചവനെ. അല്ലാഹു നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അല്ലാമ ഇറാഖിയുടെ അൽഫിയ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഫഖയ്യലല്ലാഹു ലഹാ നഖാദഹാ ഫഔളഹു ബി ബഹ്തിഹിം ഫസാദഹാ. فقيض الله لها نقادها فأوضحوا ببحثهم فسادها. പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്തത് പറഞ്ഞു എന്നാരെങ്കിലും ഇല്ലാത്തത് ഉണ്ടാക്കിയാൽ, പുണ്യനബി തങ്ങളുടെ മേൽ ആരെങ്കിലും പച്ചക്കള്ളം പറഞ്ഞാൽ ആ വിഷയങ്ങളെ നിരൂപണം ചെയ്ത് പഠിക്കാൻ കഴിയുന്ന യോഗ്യരായ പണ്ഡിതന്മാരെ അല്ലാഹു ഈ ദീനിന് നൽകുകയും അവര് സത്യസന്ധമായി പഠനം നടത്തി ഹദീസിന്റെ ശരിയായ മുഖം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുവല്ലോ. ഇത് അല്ലാഹു ദീനിന് ചെയ്ത വലിയൊരു ഹിഫ്ളാണ്, അല്ലാഹു നൽകുന്ന സംരക്ഷണമാണ്. അതൊന്നും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഈ ഹദീസിന്റെ സയൻസ് ഓഫ് ഹദീസ്, ഹദീസിന്റെ ഹദീസ് ശാസ്ത്രം എനിക്ക് ഒരു മതത്തിലുണ്ടാവില്ല. അത് അരിസ്റ്റോട്ടൽ പറഞ്ഞു, വല്ല റിവായത്തുണ്ടോ, ആരാ റാവി?
അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ആര് പറഞ്ഞു? ഏത് റാവി പറഞ്ഞു? മൂപ്പര് തിൽമീദാര? ഒരു സനദുല്ല. മത്തിനങ്ങനെ പറയുന്നുണ്ട്. മൂപ്പര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞു. ആര് പറഞ്ഞു? ആര് കേട്ടു? ആരാ കേട്ടത്? ആരാണത്? ഹദീത്തിന്റെ ഒരു സനദ് ശാസ്ത്രമുള്ളതുപോലെ എവിടെയാണ്, ഏത് സയൻസിനാണിതുള്ളത്? ഇതൊക്കെ ഈ ദീനിലുണ്ടായ അനൽപമായ അള്ളാഹുവിന്റെ സഹായമല്ലയോ, റബ്ബിന്റെ ഹിഫ്ളല്ലയോ? ഈ ദീനിനെ സംരക്ഷിക്കുക എന്നത് റബ്ബ് ഏറ്റെടുത്ത വിഷയമാണ്. അത് നമ്മളൊക്കെ നിരാശരായി, നമ്മളൊക്കെ അലസന്മാരായി എന്ന് മാറി നിന്നു എന്ന് വിചാരിക്കുക. അള്ളാഹു അതിന് വേണ്ട ആളുകളെ ഈ ദീനിന് വേണ്ടി പടച്ച തമ്പുരാൻ കൊണ്ടുവരുമെന്നാണ്. ഹബീബായ നബി തങ്ങൾ ഇത് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബിമാർ ഹബീബിന്റെ മുമ്പിൽ തലതാഴ്ത്തിയിരിക്കുന്നത് സ്വഹാബിമാരെ കുറിച്ച് കേൾക്കാം. അവർ തലതാഴ്ത്തിയിരിക്കുന്നു. കഅന്ന അലാ റൂസിഹിമുത് ത്വയ്ർ, അവരുടെ തലമുകളിൽ പക്ഷികൾ ഇരിക്കുന്നത് പോലെയായിരുന്നു. അത് ആലിമീങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക് ഉമ്മത്ത് കൊടുക്കേണ്ട അദബാണ്. അവരെ ശ്രദ്ധിക്കുക, ഒച്ചപ്പാടുണ്ടാക്കാണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും ഒരു ഖത സംഭവിച്ചു എന്ന് വിചാരിക്കുക, അലാ മലഇന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടല്ല അത് തിരുത്തി കൊടുക്കേണ്ടത്. അവരെ മുമ്പിൽ വെച്ചിട്ടല്ല ഒരാളെ നാണം കെടുത്തേണ്ടത്. അയ്യു റിജാലിൽ മുഹദ്ദബു, എല്ലാം തികഞ്ഞവർ അവിടെ ആരാ ഉള്ളത്? പണ്ഡിതന്മാരെ ഇകഴ്ത്തരുത്, അവരെ ചെറുതാക്കി കാണരുത്. പണ്ഡിതന്മാർക്ക് വലിയ ദൗത്യമുണ്ട്, ആലിമീങ്ങൾക്ക് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. പക്ഷേ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്കർഹിക്കേണ്ട അറിവിന്റെ, ഇൽമിന്റെ, അദബിന്റെ ബഹുമാനം നമ്മൾ നൽകിയേ പറ്റൂ. ഹബീബിന്റെ ഈ പ്രാർത്ഥന തന്നെ പോരെയോ? അല്ലാഹു മുഖത്തിന് പ്രകാശം നൽകട്ടെ. ആർക്ക്? ഞാൻ പറഞ്ഞത് എന്നിൽ നിന്ന് കേട്ടവർ, ഹബീബിന്റെ സ്വഹാബിമാർ. അത് മനപ്പാഠമാക്കുകയും അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തവർ. കമാ സമിഅഹാ ഫറുബ്ബ ഹാമിൽ ഫിഖ്ഹിൻ ഫലൈസ ഫഹുവ ലൈസ ബിഫഖീഹിൻ വറുബ്ബ ഹാമിൽ ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. എത്ര ആളുകളാണ് ദീൻ കേൾക്കുന്നത്, പഠിക്കുന്നത്, അവര് പഠിപ്പിച്ചു കൊടുക്കുന്നവരിൽ ഈ പറയുന്നവനേക്കാളും, പഠിപ്പിക്കുന്ന ഗുരുനാഥനേക്കാളും കഴിവുള്ള ശിഷ്യന്മാർ സ്വന്തം ശിഷ്യന്മാരിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണ്, പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരെക്കാളും കഴിവുള്ള ശിഷ്യന്മാരുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ആ ശിഷ്യൻ ഗുരുനാഥന്റെ മേലെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. പറഞ്ഞില്ലേ, ദാവൂദ് അലൈഹിസ്സലാം എന്ന് പറയുന്ന നബി ജീവിച്ചിരിക്കുന്ന കാലം ദാവൂദ് നബിയുടെ മകനായ സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് നബിക്ക് മനസ്സിലാവാത്ത ഒരു മസ്അല സുലൈമാൻ നബിക്ക് നാം മനസ്സിലാക്കി കൊടുത്തു. സുലൈമാൻ നബി ആരാ? മോനാണ്. വാപ്പാക്ക് മനസ്സിലാകാത്ത ഒരു മസ്അല മകനായ സുലൈമാൻ നബിക്ക് നാം മനസ്സിലാക്കി കൊടുത്തു. രണ്ടുപേരും നാം വഹി നൽകിയിട്ടുള്ള പ്രവാചകന്മാരാണ് പറയാം. പക്ഷേ അതിൽ ഒരാൾ മകനാണ്, ഒരാൾ പിതാവാണ്. ആ പിതാവിനേക്കാളും ഫഹ്മ് കൂടുതലുണ്ടായി മകനായ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അറിവായ അറിവുകൾ ഇന്ന് ലോകത്ത് ഒരുപാടുണ്ട്. എല്ലാവരും ഓടുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ്. ഏത് കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും, ഏത് ജോലിക്ക് ശമ്പളം കിട്ടും, ഇതാണ് മനുഷ്യന്റെ മുമ്പിലുള്ള ഇന്നത്തെ ഒരു ചോദ്യചിഹ്നം. വല്ലാത്തൊരു പ്രശ്നമാണ്. ഫഖ്റുദ്ദീൻ റാസി തങ്ങളെ സംബന്ധിച്ച് മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, ആദ്യകാലങ്ങളിൽ ഇൽമുൽ ഫലാസിഫ, തിയോളജി, ഹൈപ്പോത്തസിസ്, തത്വശാസ്ത്രത്തിൽ ഒരുപാട് മഹാനവറുകൾ റിസർച്ച് ചെയ്ത മഹാനാണ്. തഫ്സീർ തഫ്സീർ കബീർ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ ചുവ, അതിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മനസ്സിലാവും ചെയ്യും. മഹാനവറുകൾ മന്തിഖ് കൊണ്ട് സംസാരിക്കുന്നത്, മന്തിഖ് കൊണ്ട് റദ്ദ് ചെയ്യുന്നത് ഫഖ്റുദ്ദീൻ റാസി തങ്ങളുടെ ഒരു ശൈലിയാണ്. മഹാനവറുകൾ അവസാന കാലം ഒരു 4 വരി കവിത ചൊല്ലിയിട്ടുണ്ട്. ആ കവിതയിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന അറിവുകളും ഹദീസിന്റെയും ഖുർആനിന്റെയും അറിവുകളും തമ്മിൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്ന മനോഹരമായ വരിയുണ്ട്. നിഹായതു ഇഖ്ദാമിൽ ഉഖൂലി ഇഖാലു, നിഹായതു ഇഖ്ദാമിൽ ഉഖൂലി ഇഖാലു
وغاية سعي العالمين ضلال وأرواحنا في وحشة من جسومنا وغاية دنيانا أذى ووبال ولم نستفد من وحينا ولم نستفد من بحثنا طول عمرنا سوى أننا جمعنا فيه قيل وقالا എത്രയോ അറിവുകളുള്ള ഒരു ലോകം നിഹായത്തു ഇഖ്ദാമിൽ ഉഖൂലി ഇഖാലു മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന വഹ്യുൻ ദാഖിലിയുൻ അൽ വഹ്യു മിനൽ ദാഖിൽ ഉള്ളിൽ കിടക്കുന്ന വഹ്യാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ലയോ മനുഷ്യന്റെ ബുദ്ധിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ലോകത്തെ പഠനങ്ങൾ നടന്നാൽ ഇഖാലു മനുഷ്യൻ കെട്ടിക്കുടുക്കിലാണ് മനുഷ്യന് മോചിതനാകാൻ കഴിയാതെ ഉത്തരം കിട്ടാത്ത അനന്തമായി നീളുന്ന ഹൈപ്പോത്തസിസ് അനന്തമായ സാധ്യതകളുടെ തത്വങ്ങളല്ലാതെ ഒരു ഖദിയയിലേക്ക് ഒരു നിസ്ബയിലേക്ക് എത്താൻ മനുഷ്യന് സാധിക്കാതെ വരും വഗായതു സഅയിൽ ആലമീന ളലാലു എത്രയോ യൂണിവേഴ്സിറ്റികൾ എത്രയോ പഠനങ്ങൾ ലോകത്ത് നടക്കുന്നു അവസാനം ഞാൻ എന്തിനിവിടെ വന്നു എന്നെ ആര് പടച്ചു ഞാൻ എങ്ങോട്ട് പോകുന്നു എന്തിനാണ് ഇത്രയും വലിയൊരു ബുദ്ധി തന്ന് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന നിസ്സാരമായ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടാൻ കഴിയാതെ വനിഹായതു സഅയിൽ ആലമീന ളലാലു أرواحنا في وحشة من جسومنا وغاية دنيانا أذى ووبال മനുഷ്യന്റെ ശരീരമുണ്ട് ശരീരം പോലെ മനുഷ്യന്റെ കൂടെ ആത്മാവുണ്ട് വലിയ അത്ഭുതമല്ലേ റൂഹ് ആരെങ്കിലും റൂഹ് പടച്ചോനെ കാണില്ല എന്ന് ചോദിക്കുന്ന മനുഷ്യനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പടച്ചോനെ കാണൽ പോട്ടെ നിന്റെ ദേഹത്തുള്ള റൂഹിനെ നീ കാണുന്നുണ്ടോ നിന്റെ ദേഹത്ത് കിടക്കുന്ന റൂഹ് നീ മരിച്ചു കിടന്നാൽ നിന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരു കൈയും കാലും മുറിഞ്ഞു പോയിട്ടില്ല എല്ലാം അവിടെ ഉണ്ടല്ലോ മരിക്കുന്നത് മരിച്ചിട്ട് മുറിഞ്ഞു പോകുന്നില്ലല്ലോ മനുഷ്യൻ മരിക്കുമ്പോ എന്താണോ ദേഹത്തുള്ളത് അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ആള് മയ്യിത്താണ് എന്തുകൊണ്ട് മയ്യിത്താണ് റൂഹ് പോയി വേറെ ഒന്നും പോയിട്ടില്ല തടിമെന്ന് ആകെ പോയത് റൂഹാണ് ആ റൂഹിനെ നീ കണ്ടോ ആ റൂഹാണ് നിന്റെ മുഹർരിക് നീ എന്ന് പറയുന്ന ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് നിന്റെ ഉള്ളിൽ കിടക്കുന്ന റൂഹാണ് കൈവിരലുകൾ നമ്മുടെ കണ്ണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ നാവ് നമ്മുടെ വയറ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ചെവി ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മുഹർരിക് ഏതാണ് അതിന്റെ എഞ്ചിൻ ഏതാണ് മനുഷ്യന്റെ റൂഹാൻ ദ സോൾ മനുഷ്യന്റെ ആത്മാവ് ഈ പ്രപഞ്ചത്തിന്റെ മുഹർരിക്കാര ശരീരമടക്കം നമ്മുടെ ശരീരമടക്കം ഈ പ്രപഞ്ചത്തിന്റെ മുഹർരിക്കാരാണ് അല്ലാഹു ജല്ല ജലാലുഹു പടച്ചവനാണ് നമ്മുടെ ദേഹത്തുള്ള മുഹർരിക്കിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഹർരിക്കിനെ കണ്ണുകൊണ്ട് കാണണമെന്ന് വാശി പിടിക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവിന്റെ അദമത്തിനോട് യോജിക്കുന്നതാണോ ആ ഒരു ഡിമാൻഡ് ആ ചോദിക്കുന്നത് പോലും അല്ലാഹുവിനോട് യോജിക്കുന്നതാണോ വലിയൊരു രാജാവുണ്ട് ഇനി മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡന്റോ ഓഫ് എ കൺട്രി ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നിങ്ങൾ പറയാ ആ പ്രസിഡന്റ് എന്റെ പോരക്കൾ വന്നാലേ എനിക്ക് വിശ്വാസമുള്ളൂ പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നുണ്ട് രാജധാനിയിലുണ്ട് എന്ന് പറയും എനിക്കത് വിശ്വാസമല്ല ആ പ്രസിഡന്റ് എന്റെ മുമ്പിൽ എന്റെ വീട്ടിൽ എന്റെ മുമ്പിലെ കസേരയിൽ വന്നിരിക്കട്ടെ എന്നാലേ എനിക്ക് ബോധ്യപ്പെടൂ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് ചെയ്യുന്ന അനാദരവല്ല ഈ ഡിമാൻഡ് മിനിമം അനാദരവാണ് അല്ലാഹു ജല്ല ജലാലുഹു എന്ന മനുഷ്യന്റെ സൃഷ്ടികൾക്ക് മനുഷ്യന്റെ ദൃഷ്ടിക്ക് മനുഷ്യന്റെ കഴിവുകൾക്ക് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് അതീതനായ അല്ലാഹു ജല്ല ജലാലുവിനെ കണ്ണുകൊണ്ട് കാണണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത് പോലും അല്ലാഹുവിനെ ചെറുതായി കാണല. അതുകൊണ്ടാണ് മൂസ നബിയോട് റബ്ബി അരിനീ അൻദുർ ഇലൈക് റബ്ബി അരിനീ അൻദുർ ഇലൈക് അല്ലാഹുവേ നിന്നെ നീ എനിക്ക് കാണിച്ചു തരുമോ
മുസനബി ചോദിച്ച ചോദ്യം എങ്ങനെയാ? പടച്ചവനെ, നീ നിന്നെ എനിക്ക് കാണിച്ചു തരുമോ? എന്തല്ല, ഞാൻ നിന്നെ നോക്കട്ടെ എന്നല്ല, ഞാൻ നോക്കിയാൽ കാണൂല എന്ന് എനിക്കറിയാം പടച്ചവനെ. മുസനബി പറയുന്നത് നബിയാണ്, പക്ഷേ നീ എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് കാണാൻ കഴിയും. അങ്ങനെയാണല്ലോ. നീ നിന്നെ എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് കാണാൻ പറ്റും. ഞാനായിട്ട് നോക്കിയാൽ നിന്നെ കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം റബ്ബേ. അതുകൊണ്ടാണ് മുസനബി ചോദിക്കുന്നത് എന്ത്? റബ്ബി അരിനീ അൻദുർ ഇലൈക്. പടച്ചവനെ, നിന്നെ ഞാനൊന്ന് കാണട്ടെ, നിന്നെ നീ എനിക്ക് കാണിച്ചു തരുമോ? എന്തുകൊണ്ട്? ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. അല്ലാഹു കണ്ണുകളെ കൊണ്ട് ഇഹാത്ത ചെയ്യാൻ പറ്റുന്നവനല്ല. അല്ലാഹുവിനെ കണ്ണുകൊണ്ട് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. വഹുവ യുദ്രികുൽ അബ്സാർ, എന്നാൽ കാണാത്ത കണ്ണുകൾക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. എല്ലാ സാധനങ്ങളെ യാത്ര ചോദിക്കണം. ഇത്രയും സമയം തന്നെ മാഷാ അല്ലാഹ്, അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. 5 പതിറ്റാണ്ടിലേറെ ദർസ് നടത്താനുള്ള ഒരു ഭാഗ്യമുണ്ടായ മഹാനാണ്. അല്ലാഹു മഹാനവറുകളുടെ ആ ഒരു തണലും നേതൃത്വവും ഈ ഉമ്മത്തിന് അല്ലാഹു ഒരുപാട് നാൾ നിലനിർത്തി തരട്ടെ. സാദന അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും മരണം വരെ ദർസ് നടത്തണം എന്നൊരു ആഗ്രഹം പറഞ്ഞു നടക്കുന്ന മഹാപണ്ഡിതനാണ് മഹാനായ ശൈഖുനാ അവറുകൾ. അല്ലാഹു ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. മനുഷ്യന്റെ കണ്ണുകൾക്ക് അല്ലാഹുവിനെ കാണുക സാധ്യമല്ല ഈ ലോകത്ത്. പരലോകത്ത് കാണുക. وهو يدرك الأبصار, മനുഷ്യന്റെ കണ്ണുകളെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവനാണ് അല്ലാഹു. കണ്ടതിനെ കാണിക്കാതിരിക്കാനും കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും അല്ലാഹു ജല്ല ജലാലുവിന് കഴിയും. വഹുവൽ ലതീഫുൽ ഖബീർ, അതിസൂക്ഷ്മമായ അറിവുള്ളവനാണ് അല്ലാഹു. എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹു. റബ്ബി അരിനീ അൻദുർ ഇലൈക്. മുസനബിയുടെ മനസ്സിൽ വന്ന ഒരു അനുരാഗം, ഒരു സ്നേഹം, അല്ലാഹുവിനോടുള്ള ഒരു ഷൗഖ്, അല്ലാഹുവിനോടുള്ള ഒരു മഹബ്ബത്ത്. റബ്ബേ, ഈ പരിശുദ്ധമായ തുവാ താഴ്വരയിൽ വെച്ചുകൊണ്ട് നിന്റെ ശബ്ദം കേൾക്കാൻ ഭാഗ്യമുണ്ടായതുപോലെ നിന്റെ തിരുദാത്തിന്റെ തിരുവെളിച്ചം എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ മറുപടി, ലൻ തറാനീ, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല എന്നല്ല മറുപടി. ലൻ ഉറാ എന്നല്ല, ഞാൻ കാണപ്പെടുന്നവനല്ല എന്നല്ല മറുപടി. അങ്ങനെ കൊടുക്കാമായിരുന്നു അല്ലാഹുവിന്. ഞാൻ കാണപ്പെടുന്നവനല്ല, അങ്ങനെയല്ല, അല്ലാഹു കാണപ്പെടുന്നവനാണ്. ഇന്നകും സതറൂന റബ്ബകും കമാ തറൂനൽ ഖമറ ലൈലത്തൽ ബദർ വഹൽ തുഹാജ്ജൂന ഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമർ. നിങ്ങൾക്ക് പരിപൂർണ്ണ ചന്ദ്രനെ കാണാൻ തോളിൽ കയറേണ്ടതുണ്ടോ? പ്രയാസം അനുഭവിക്കേണ്ടതുണ്ടോ? ഇല്ല നബിയേ. 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ ഓരോരുത്തർക്കും മേലോട്ട് നോക്കിയാൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം കാണാൻ കഴിയുന്ന പോലെ അല്ലാഹു ജല്ല ജലാലുവിനെ നിങ്ങൾ നാളെ കാണുക തന്നെ ചെയ്യും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലിഖാഅൻ മനുഷ്യന്റെ ഈ ലോകത്തിന്റെ ലക്ഷ്യം അതാ. നമ്മൾ എന്താവണം കുട്ടിയെന്ന് എഞ്ചിനീയറോ ഡോക്ടറോ പൈലറ്റോ അല്ലെങ്കിൽ ഷിപ്പിന്റെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ ഒരു ആർമി ചീഫോ ഒരു സയന്റിസ്റ്റോ ഒക്കെ നമ്മുടെ മക്കൾക്കാവണമെന്ന് ആഗ്രഹിക്കാം. പക്ഷേ ശരിക്കും ആഗ്രഹിക്കേണ്ടത് എന്റെ പടച്ചവനെ എനിക്ക് കാണാൻ യോഗ്യതയുണ്ടായിരിക്കണം. I want to see Allah.
I want to look at the radiant face of Allah. അല്ലാഹുവിന്റെ പരിശുദ്ധമായ വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലാഹുവിന്റെ തിരുദാത്തിലേക്ക് നോക്കിയിട്ട് ഹൃദയം മുഖം പ്രകാശിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ എനിക്കെത്തണം, എൻ്റെ ലക്ഷ്യം അതാണ്. അങ്ങനെ പറയുന്ന മക്കള്, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം. എന്താ ലക്ഷ്യം? എനിക്ക് സ്വർഗത്തിലെത്തണം, എൻ്റെ ലക്ഷ്യം സ്വർഗലോകമാണ്. ഇവിടം ഇങ്ങനെ തീർന്നു പോകും, ഇവിടം ഇങ്ങനെ ഇന്ന് നാളെ അസുഖം ആക്സിഡന്റ് ഒക്കെ ആയിട്ട് ഇതങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷേ നാളത്തെ ഒരു ജീവിതമുണ്ട്, അത് അനന്തമാണ്, അത് മരണമില്ലാത്ത ലോകമാണ്. ആ ലോകത്തെനിക്ക് എൻ്റെ റബ്ബിന്റെ ജിവാറ് ലഭിക്കണം എന്ന് കൊതിക്കുന്ന ഒരു ഹൃദയം, അതാവട്ടെ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മെ എത്തിച്ചു തരട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക ഫീ ഗൈരി ളറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല. അല്ലാഹു നമുക്ക് അതിന്റെ ഭാഗ്യം നൽകട്ടെ. നമ്മളത് ചോദിക്കാൻ പോലും ആരുമില്ല. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് കൊതി തന്നു. നിബിതങ്ങൾ കൊതി തരാണ് ഹൃദയങ്ങളിലേക്ക്. ഏതുപോലെ പുണ്യ നിബിതങ്ങൾ നമുക്ക് മറ്റൊരു കൊതി തന്നിട്ടുണ്ട്. എന്താണ് കൊതി എന്നറിയുമോ? മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. എന്നെ സ്വപ്നത്തിൽ കാണുന്നവർ എന്നെ തന്നെയാണ് കാണുന്നത്. ഫഇന്നഹു ലാ യതമസ്സലു ബി ശൈത്താൻ. എൻ്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല. ഹബീബ് കൊതിപ്പിക്കുകയാണ് നമ്മൾ ഹബീബിനെ കാണാൻ. കൊതിപ്പിക്കല്ലേ, നിങ്ങൾ എന്നെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കണം എന്ന് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ കൊതിപ്പിക്കുകയാണ് റസൂലുള്ളാഹി. മൻ റആനി ഫിൽ മനാമി ഫസയറാനി യഖ്ള. എന്നെ സ്വപ്നത്തിൽ കണ്ടവർ ഹബീബിന്റെ റൂഹാനിയത്ത് കൊണ്ട് യഖ്ളത്തിൽ ഹബീബിനെ കാണാൻ ഭാഗ്യമുള്ളവരായിരിക്കും. അങ്ങനെ ഹബീബിനെ കണ്ട എത്രയോ മഹാന്മാരുണ്ട്. യഖ്ളത്തിൽ തങ്ങളുടെ ഭൗതിക ശരീരമല്ല, തങ്ങളുടെ റൂഹ് ഹബീബായ തങ്ങളുടെ രൂപം പ്രാപിച്ച് മുന്നിൽ വന്ന് നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായ അലിമീങ്ങളുണ്ട്. ആ മഅനയാണ് ഫസയറാനി യഖ്ളതൻ എന്ന് പറഞ്ഞതിനെന്ന് കൊടുത്ത പണ്ഡിതന്മാർ. അതാണ് അതിന്റെ അർത്ഥം എന്നാണ്. പരലോകത്ത് കാണുന്നതും അതിനർത്ഥം തന്നെയാണ്. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്നഹു ലാ യതമസ്സലു ബി ശൈത്താൻ. അല്ലാഹുവിനെ കാണുന്നു പറഞ്ഞു തരാം. ഹബീബിനെ കാണും എന്ന് കൊതിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾക്ക് കൊതി വേണം. എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ ജീവിക്കുന്നത്? പടച്ചോനെ കാണാൻ, ഹബീബിനെ കാണാൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ജല്ല ജലാലുവിനെ കാണണം. ഈ ഷൗഖിലാണ് മുഅ്മിനീങ്ങൾ ജീവിക്കുന്നത്. ആ മഹബ്ബത്താണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. Those who believe, they are profound in the love of Allah subhanahu wa ta'ala. പടച്ചവനെ വിശ്വസിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ മതിമറന്ന് സ്നേഹിക്കുന്നവരാണ്. വിശ്വാസികൾ പടച്ചവനെ സ്നേഹിക്കുന്നവരാണ്. എന്റെ റബ്ബിനെ ഒന്ന് കാണണം, കാണാൻ പറ്റും. ഇവിടെ വെച്ച് പറ്റില്ല, പക്ഷേ പരലോകത്ത് വെച്ച് കാണാൻ കഴിയും. വാദിൽ ലഫീഹിൽ വെച്ച് അല്ലാഹുവിനെ കാണാൻ കഴിയും. ആ റബ്ബിന്റെ റുഇയത്തിലേക്ക് കൊതിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ലാ തഹരിംന ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖാഇക ഫീ ഗൈരി ضراء مضرة ولا فتنة مضلة. اللهم اجعلنا منهم يا رب العالمين. اللهم اجعلنا منهم. اللهم عاملنا بما اللهم عاملنا بفضلك لا بعدلك يا الله. اللهم عاملنا بما أنت له أهل ولا تعاملنا بما نحن له أهل. اللهم അവന്റെ മഹബ്ബത്തിലാക്കി അല്ലാഹു സ്വീകരിച്ചു തരട്ടെ. ഈ ലോകം ഒരു വെറുതെയുള്ള ലോകമല്ല. ഈ ജീവിതത്തിന് അർത്ഥമുണ്ട്, ഇതിനൊരു മഅനയുണ്ട്. ഈ ലോകത്തെ ജീവിതത്തിന് നല്ല ഒരു കാതലായ വശമുണ്ട്. ഇത് വെറുതെ ഒരു പാഴ്ക്കിനാവ് പോലെ കഴിഞ്ഞു പോകുന്ന ലോകമല്ല. ഈ ലോകം കഴിഞ്ഞ് പടച്ചവനെ കാണാൻ പോകുന്ന ഒരു ലോകത്തിന് വേണ്ടിയാ നമ്മൾ കാത്തിരിക്കുന്നത്. ആ ലോകത്തെ ഹബീബിനെ കാണാൻ കഴിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സുംറത്ത് അവിടെ കിട്ടും. ഹബീബിന്റെ ലിവാഉൽ ഹംദ് എന്ന കൊടിക്ക് താഴെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് ചേരും. സ്വർഗ്ഗത്തിന്റെ കവാടം ആദ്യം തുറക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദു അന. ഭൂമിയിൽ നിന്ന് ആദ്യമായി
ഉയർത്തെഴുന്നേൽക്കുന്നതും മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ കയ്യിൽ നിന്നാണ്. ശർബതൻ ഹനീഅതൻ മരീഅതൻ ലാ യദ്മഉ ബഅദഹാ അബദാ. ഒരു മനുഷ്യന് ഒരിക്കലും ദാഹം വരാത്ത രീതിയിൽ മനുഷ്യന്റെ ദാഹം തീർക്കുന്ന സംസത്തിനേക്കാളും അതിരുചിയുള്ള മനോഹരമായ കൗസറിന്റെ വെള്ളം കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുന്ന കൗസറിന്റെ കോപ്പയിൽ നിന്ന് പുണ്യനബി തങ്ങൾ കുടിക്കാൻ തരുന്ന അഹ്ലാ മിനൽ അസലി വഅബയദു മിനൽ ലബനി, പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ സ്വർഗീയ മധുരവുമുള്ള ആ ഒരു പാനീയം കോരി തരുന്നതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനഫറതുകും ഇൻദൽ ഹൗദ്, ഞാൻ പോവുകയാണ്, പക്ഷേ ഞാൻ ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. നോക്കണേ ആ യാത്രയപ്പ്, പുണ്യനബി പറയുന്ന വാക്യങ്ങനെയാണ്, അനഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത് ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത് അല്ലാഹു അവിടുത്തെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഅർവാഹുനാ ഫീ വഹ്ശത്തിൻ മിൻ ജുസൂമിനാ വഗായതു ദുനിയാനാ അദം വബാലു. നമ്മുടെ റൂഹും നമ്മുടെ ശരീരവും ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയാം, ഒരുപാട് കാലം ഫിലോസഫി പഠിച്ചിട്ട് സമയം ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞു. ഫിലോസഫി ഏതോ മനുഷ്യന്റെ തലയിൽ ഉദിക്കുന്ന ഓരോ തത്വങ്ങളാണ്. പക്ഷേ ആ തത്വങ്ങൾക്കപ്പുറമുള്ള വഹ്യ്, പരിശുദ്ധ ഖുർആനും ഹദീസും ഉണ്ടായിരിക്കെ അതിലേക്ക് എനിക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാതെ എന്റെ സമയം മുഴുവനും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് മഹാനായ റാസി തങ്ങൾ പറയാ. വലം നസ്തഫിദ് മിൻ بحثنا طول عمرنا سوى أن جمعنا فيه قيل وقالا. കുറെ കീലയും കാലയും ആരോ പറഞ്ഞു, എവിടെന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ ഖാലല്ലാഹു വഖാല റസൂലുള്ളാഹ് എന്ന ഒരു ഇൽമിന് വേണ്ടി സമയം ചെലവഴിക്കാതെ എത്രയാണ് ഞാൻ എന്നെ നഷ്ടപ്പെടുത്തിയത്. നമ്മുടെ റൂഹും ശരീരവും ഒരുമിച്ച് ചേർന്ന് കിടക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തെ ആത്മാവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകേണ്ടത് റൂഹിന്റെ ചിറകിലേറിയിട്ടാണ്. وأرواحنا في وحشة من جسومنا. മദ്യപാനം, ലഹരി, വ്യഭിചാരം, കൊലപാതകങ്ങൾ, കലാപങ്ങൾ, നാട്ടിൽ ഫിത്നയും ഫസാദുകളും പറഞ്ഞു നടക്കുന്നത്, ഇതൊക്കെ മനുഷ്യൻ റൂഹിയായ ബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമ്പോഴാണ്. ശരീരത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുമ്പോഴാണ്. നഫ്സാണ് മാത്രമാണ് അവിടെ വിഷയം. എന്റെ നഫ്സ്, ഞാൻ കണ്ടത്, എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിക്കുന്നത്, അതിനുവേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പണിപ്പെടലുകളാണ് ഇതൊക്കെ. പക്ഷേ റൂഹിനെയും ശരീരത്തെയും ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ ദീനിന്റെ ആശയങ്ങളെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടാതെ പോയല്ലോ. എന്നിട്ട് മഹാൻ പറയാ, വഗായതു ദുനിയാനാ അദൻ വബാലു. എന്ത് നന്മയാണ്, എന്ത് ഗുണമാണ് ലോകത്തിന് ഈ തത്വങ്ങളെ കൊണ്ടൊക്കെ ലഭിച്ചത്. എന്തേ മനുഷ്യന് പോലും എവിടെയാണ് നന്മയെന്ന് ബോധ്യപ്പെടാത്ത വിധം മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കി കളഞ്ഞു തത്വങ്ങൾ. അങ്ങനെയാ ചെയ്തത്. അതുകൊണ്ടാണ് ലോകത്ത് നന്മയും തിന്മയും വേർതിരിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. കോടതികൾ മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങളിലൂടെയാ നടക്കുന്നത്. ശരി തന്നെയാണ്. പക്ഷേ ചില രാജ്യങ്ങൾ ശരിവെക്കുന്നത് ചില രാജ്യങ്ങൾക്ക് തെറ്റാണ്, അല്ലേ? ചില രാജ്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നത് ചില നാടുകളുടെ ഭരണകൂടങ്ങൾക്ക് ശരിയാണ്. എന്തുകൊണ്ട്? മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾ അങ്ങനെയാണ്. അതൊരു അൾട്ടിമേറ്റ് കൺക്ലൂഷനിലേക്ക് എത്തിക്കുക സാധ്യമല്ല. പക്ഷേ വഹ്യും മിനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ, വഹ്യു റസൂലില്ലാഹ്, പുണ്യനബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ വഹ്യ്, ആ സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പരിപൂർണമായ അൺഡിബേറ്റബിൾ ഇൻഫാലിബിൾ ട്രൂത്ത്സ്, ഒരു നെഗോഷിയേഷൻ ആവശ്യമില്ലാത്ത, സിദ്ഖുൻ ലാ നിഖാശ ഫീഹി, ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത സത്യമാണ് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളെന്ന് പഠിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാവും. അതുകൊണ്ട് അൽ ഇൽമു സലാസ, നമ്മുടെ മുതഅല്ലിമീങ്ങളോട്, പണ്ഡിത ലോകത്തോട് ഹബീബിന്റെ ഹദീസിനെ പങ്കുവെക്കുകയാണ്. അൽ ഇൽമു സലാസ, ഇൽമ്, അറിവ്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ തത്വം.
ഒരു ഡിബേറ്റ് ആവശ്യമില്ലാത്ത സത്യം മൂന്നെണ്ണമാണ്. ആയത്തുൻ മുഹ്കമ വസുന്നത്തുൻ മുത്തബഅ വഫരീദത്തുൻ ആദില. ഒന്ന് ആയത്തുൻ മുഹ്കമ, പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾക്കതീതമായ പരമമായ വ്യക്തമായ സാരാംശം നൽകുന്ന ആയത്തുകൾ. വസുന്നത്തുൻ മുത്തബഅ, പുണ്യ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകൾ. വഫരീദത്തുൻ ആദില, നീതിയുക്തമായ ദീനിന്റെ പ്രമാണങ്ങൾ, ദീനിന്റെ നിയമങ്ങൾ. ഈ മൂന്നെണ്ണമാണ് അറിവുകളിൽ അറിവ് എന്ന് പറയാൻ കഴിയുന്നത്. ആ അറിവ് നേടിയവരാണ് സ്വഹാബിമാരിൽ 18 പേര് എന്ന് അല്ലാമ നസായി റഹ്മഹുല്ലാഹ്, അല്ലാമ ഇബ്നു ഹസം തങ്ങൾ പറഞ്ഞു, വാഹിദും വഇശ്റൂൻ, സ്വഹാബികളിൽ 21 പേർ ഈ മൂന്ന് ഇൽമും ലഭിച്ചവരായിരുന്നു. ആയത്തുൻ മുഹ്കമ, സുന്നത്തുൻ മുത്തബഅ വഫരീദത്തുൻ ആദില. ആരെക്കുറിച്ചായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് ഇറങ്ങി വന്നിരുന്നത് എങ്ങനെയെന്ന് കണ്ടിരുന്ന സ്വഹാബിമാർ. മിഥില സ്വൽസലത്തിൽ ജറസ്, മണിനാദം പോലെ, മണിയടിക്കുന്നത് പോലെ. ജിബ്രീൽ തങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കുന്ന ഹബീബിന്റെ മജ്ലിസിൽ ഒരു മണിനാദം പോലെ സ്വഹാബത്തിന് കേൾക്കാൻ കഴിയും. ഹബീബിന്റെ ഖൽബിനെ കുറിച്ച് പറയുന്നു, മിഥുലു അസീസിൽ മിർജലി, വെള്ളം തിളപ്പിക്കുമ്പോൾ ആ വെള്ളത്തിന്റെ തിളക്കലിന്റെ ശബ്ദം പോലെ ഹബീബിന്റെ ഖൽബിൽ നിന്ന് ഒരു തിളച്ചുമറിയുന്ന വെള്ളത്തിന്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ അത് വഹ്യ് വരുന്ന നേരമായിരുന്നു. ഹബീബ് വിയർക്കുന്നത് കാണും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകപ്പുറത്ത് നിൽക്കുന്ന ഹബീബായ തങ്ങൾക്ക് വഹ്യ് വരുമ്പോൾ ആ ഒട്ടകം വഹ്യിന്റെ ഭാരം സഹിക്കാൻ കഴിയാതെ നടന്നു പോകുന്ന ഒട്ടകം അവിടെ നിൽക്കുകയും മുട്ടുകുത്തി താഴെ വീഴുകയും ചെയ്യുമായിരുന്നു. അത്രക്ക് ഭാരമായിരുന്നു ഹദീസിന്, ആയത്തുകൾക്ക്, ഖുർആനിന്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഭാരമായ വാക്കുകളാണ് നബിയേ അങ്ങേക്ക് നാം ഇറക്കി തരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ട് സ്വഹാബിമാർ. ആരെപ്പോലെ? ദിഹ്യത്തുൽ കൽബി തങ്ങളെ പോലെ മഹാനായ സ്വഹാബിയാണ് ദിഹ്യ. സ്വഹാബികളിൽ യൂസുഫ് സ്വഹാബ എന്ന് പറയുന്ന ഒന്നിലേറെ സ്വഹാബിമാരുണ്ട്. മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു യൂസുഫ് സ്വഹാബ, സ്വഹാബികളിലെ യൂസുഫ് നബിയായിരുന്നു എന്ന് പറയും. നല്ല ഭംഗിയുള്ള സ്വഹാബിയ ദിഹ്യ റളിയല്ലാഹു അൻഹു, ഭംഗിയുള്ള സ്വഹാബിയ. നാട്ടിലൊന്നും കുട്ടികൾക്ക് പേരിട്ടതായി കാണാറില്ലല്ലോ. ദിഹ്യത്തുൽ കൽബി, ബനു കിലാബ് ഗോത്രക്കാരനാണ് ദിഹ്യ. സ്വഹാബിയുടെ പേരാ. സ്വഹാബിമാര് നബി തങ്ങളുടെ മുമ്പിൽ 2 ദിഹ്യമാരെ കാണും. അപ്പൊ മനസ്സിലായി ഇതിലൊന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വഹാബിമാർ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാലത്ത്, ഹബീബിന്റെ മദീന പള്ളിയിൽ 1000-ലേറെ സ്വഹാബിമാർ ഹബീബിന്റെ ജമാഅത്തിൽ നിസ്കരിക്കുന്ന കാലത്ത്, ഹബീബിന്റെ ഖുതുബ കേൾക്കുന്ന കാലത്ത്, ആ സ്വഹാബിമാരിൽ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർ 21 പേര് മാത്രമായിരുന്നുവെന്നാണ് ഇബ്നു ഹസം തങ്ങൾ പറയുന്നത്. 21 പേർ. ബാക്കിയോ അവർ ഹബീബിന്റെ സ്വഹാബിമാരാണ്. പക്ഷെ ആലിം എന്ന് പറയുന്ന പവറിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്നവർ 21 പേരേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ താബിഈങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷേ നമ്മൾ ആലിം എന്ന് പറയുന്നവരിൽ മഹാനായ ഇമാം മാലിക് എന്നവർ പറയുന്ന ആലിമീങ്ങളുടെ മസ്അലയുണ്ട്. ഇമാം മാലിക് എന്നവർ പറയുന്നു നമ്മുടെ സമാനിൽ ഖല്ല ഉലൈക, അത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം മാലിക് എന്നവർ. സുബ്ഹാനല്ലാഹ്. ഇമാം മാലിക് എന്നവരുടെ കാലത്ത്, ആ കാലഘട്ടത്തിൽ ലാ അറാഹൽ യൗമ തജ്തമിഉ ഫീ വാഹിദ്, ആലിമീങ്ങൾ എന്ന് പറയുന്നത് അഹ്ലുൽ ഹില്ല് വൽ അഖദ്, അഹ്ലുൽ ഹില്ല് വൽ അഖദ് എന്ന് പറയുന്ന ഇമാം മാലിക് എന്നവരുടെ ആ ഒരു ലഫ്ളിന്റെ ആ ഒരു ഇസ്തിലാഹിന്റെ അർത്ഥം പറഞ്ഞിടത്ത് ഹും മനിജ്തമഅ ഫീഹിം 3 സിഫാത്ത്, 3 ഗുണങ്ങളുള്ള ആളുകളാണ് അഹ്ലുൽ ഹില്ല് വൽ അഖദ്. അഖദ് എന്ന് പറയുന്ന യോഗ്യരായ പണ്ഡിതന്മാർ ആരാണ്? അൽ ഇൽമു വൽ അദാല വ ജസാലത്തുർ റഅയ്. ഒന്ന് ഇൽമു വേണം, വൽ അദാല,
ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം. പിന്നെ പറഞ്ഞു ജസാലത്തുർ റഅയി, ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിസൂക്ഷ്മമായും അതിഗൗരവപരമായും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ന്യായവും പക്വവുമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ. ജസാലത്തുർ റഅയി, അദാലത്ത്, ഇൽമ്, ഈ മൂന്നുമുള്ള ആളുകളെ അഹ്ലുൽ ഹില്ല് വൽ അഖദ് എന്ന് പറയുള്ളൂ. ആലിമീങ്ങൾ എന്ന് പറയുന്ന അവരാ. എന്നിട്ട് പറഞ്ഞു മഹാനായ ഇമാം മാലിക് എന്നവർ പറഞ്ഞു വലാ അറാഹൽ യൗമ തജ്തമിഉ ഫീ വാഹിദിൻ, ഈ മൂന്നും ഉള്ള ഒരാളെ പോലും ഞാൻ മദീനയിൽ കാണുന്നില്ല എന്ന് ആയിരക്കണക്കിന് താബിഈങ്ങളെ കണ്ട് പരിചയമുള്ള, ആയിരക്കണക്കിന് താബിഈങ്ങളെ കണ്ട് പരിചയമുള്ള ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി അഹ്ലുൽ ഹില്ല് വൽ അഖദ് എന്ന് പറയുന്ന ഒരാൾ പോലും മദീനയിലില്ല. എന്നിട്ട് പറഞ്ഞു ഉണ്ടാകും ഫവരിഉൻ ആഖിലുൻ, സൂക്ഷ്മതയുള്ള ബുദ്ധിമാനികൾ, അങ്ങനത്തെ കുറച്ച് ആളുകൾ കണ്ടേക്കാം. അല്ലാതെ അഹ്ലുൽ ഹില്ല് വൽ അഖദ് ഒന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. അല്ലാമ ബുനാനി റഹ്മഹുല്ലാഹ് ഇമാം സുർഖാനിയുടെ കിതാബിനെ ഹാഷിയ എഴുതിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഇദാ കാന മാലികുൻ ഫീ സമാനിഹി യഖൂൽ ലാ അറാഹൽ യൗമ തജ്തമിഉ ഫീ വാഹിദ് ഫമാ ظنكم ബിസമാനിനാ. ഇമാം മാലിക് എന്നവരെ ആ നാട്ടിലൊന്നും അഹ്ലുൽ ഹില്ല് വൽ അഖദ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കാലത്തെ കുറിച്ച് എന്തു പറയാനാണെന്ന് മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പോൾ പണ്ഡിതർ എന്ന് പറയുന്ന അലിമഹുല്ലദീന യസ്തംബിതൂന അല്ലാഹു ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന് സാക്ഷികളാണ് ആലിമീങ്ങൾ എന്ന് പറയുന്ന ഉലമാ. ആ ഉലമായിൽ എത്ര പേര് കാണും? ഇമാം മാലിക് തങ്ങൾ സ്വഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച മഹാനാണ്. മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് ഇബ്നു മാലിക് ഇബ്നു റിഫാഅ ഇബ്നു മാലിക് ഇബ്നു അനസ് ഇബ്നു മാലിക് ഇബ്നു റബീഅയോ റിഫാഅയോ മഹാനവരുടെ വല്ലിപ്പയുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല. ആ മഹാനവറുകൾ അത്രമേൽ സ്വഹാബികൾ 100 പേരെ കണ്ടു. താബിഈങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ, താബിഈങ്ങളിൽ ആയിരക്കണക്കിന് 10,000 ശിഷ്യന്മാർ. ഇത്രയും വലിയൊരു മഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലാ അറാ ഇജ്തമഅ ഫീ അഹദിൻ, ആരിലും ഈ 3 ഗുണങ്ങൾ അൽ ഇൽമു വൽ അദാലതു വജസാലത്തുർ റഅയി, ഈ 3 ഗുണങ്ങളുമുള്ളവരെ ഞാൻ കാണുന്നില്ല എന്ന് പറയുന്ന ഇമാം മാലിക് എന്നവരുടെ ആ ഒരു വാക്കിനെ പണ്ഡിത ലോകം കാണുന്നത് വലിയ ഗൗരവത്തിലാണ്. ആരായിരിക്കും ഇമാം മാലിക് എന്നവർ നിർവചിക്കുന്ന ഈ പണ്ഡിതർ? ആരായിരിക്കും അവർ? അപ്പൊ നമ്മളൊക്കെ ദീനിന്റെ ഖാദിമീങ്ങൾ, മുതഅല്ലിമീങ്ങളുടെ മുതഅല്ലിമീങ്ങൾ. നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ അവർ പറയുന്ന നഖലുകളെ നമ്മൾ ഉദ്ധരിക്കുന്നു എന്നല്ലാതെ ജസാലത്തുർ റഅയി കിതാബുകൾ നമ്മൾ ഓതുന്നു. നമ്മുടെ കിതാബുകളിൽ പറഞ്ഞ മസ്അലകളെ അറബ് വ്യാകരണവും നഹ്വും സർഫൊക്കെ പഠിച്ചതിന്റെ പേരിൽ, ബലാഗയും പഠിച്ചതിന്റെ പേരിൽ പിഴവില്ലാതെ അർത്ഥം വെക്കാൻ പറ്റും എന്നതിനപ്പുറം ഈ ഉമ്മത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ജസാലത്തുർ റഅയി, ഈ ഉമ്മത്തിന് വരുന്ന പുതിയ പുതിയ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന വിധമുള്ള ആ ബുദ്ധികൂർമ്മതയും ഇൽമും അദാലത്തും വറഉം ഇഖ്ലാസുമുള്ള പണ്ഡിത ലോകത്തെ ഈ ലോകം ഇനിയും കാത്തിരിക്കുകയാണ്. പക്ഷേ ഉണ്ട് എന്നത് സത്യമാണ്. ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും ദീനിന് ഉണർവ് നൽകുന്ന മുജദ്ദിദീങ്ങളെ അല്ലാഹു പറഞ്ഞേക്കും. അങ്ങനെ മുജദ്ദിദുൽ ഖർനിൽ അവ്വൽ, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാൻ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ബിഇജ്മാഇൽ ഉലമാ, ലോക പണ്ഡിതന്മാരുടെ ഇജ്മാആൻ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ആദ്യത്തെ മുജദ്ദിദാൻ. അങ്ങനെ തുടങ്ങി ഖിയാമത്ത് നാൾ വരെ ഓരോ പ്രദേശത്തിനും ഓരോ മുജദ്ദിദുമാർ വരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ശംസുൽ ഉലമയെ കുറിച്ച് മഹാനായ സൈനുൽ ഉലമ തങ്ങൾ, മഹാനായ സൈനുൽ ഉലമ ഉസ്താദ് അവറുകൾ പറയാറുണ്ടായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് മഹാനായ ശംസുൽ ഉലമ ഈ കാലഘട്ടത്തിന്റെ മുജദ്ദിദാണെന്നാണ്. ഉസ്താദ് ദർസിൽ തന്നെ പലവട്ടം പറഞ്ഞത് ഞങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഉസ്താദ് അത് പബ്ലിക്കിൽ സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാനായ ശംസുൽ ഉലമയെ മഹാനവറുകളുടെ അറിവിന്റെ ആ ഒരു ഗാഠമായ ബുദ്ധികൂർമ്മതയും ജ്ഞാനശക്തിയും മഹാനവറുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും കണ്ടറിഞ്ഞ ഒരു സഹചാരി എന്ന നിലയിൽ മഹാനായ സൈനുൽ ഉലമക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ ശംസുൽ ഉലമ മുജദ്ദിദു ഹാദിഹിൽ ഉമ്മ,
ഇന്നല്ലാഹ യബ്അസു അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായ പണ്ഡിതന്മാരുടെ നേതൃത്വവും അവരുടെ കൈപിടിച്ച് അവരുടെ തണലിലായി അവരുടെ നേതൃത്വത്തിന് കീഴിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം, ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം, സമൂഹത്തിന് സേവനം ചെയ്യാനുള്ള ഭാഗ്യം, നന്മയുടെ പക്ഷത്ത് നിന്ന് തിന്മയെ തിന്മയായും നന്മയെ നന്മയായും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ദാഴികൾക്കും വാഇദീങ്ങൾക്കും ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും ദീനിന്റെ ഖാദിമീങ്ങൾക്കും അല്ലാഹു നമുക്കൊക്കെ അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതോടൊപ്പം ഒരു പരിപാടിയുടെ അനൗൺസ്മെന്റ് ഇവിടെ ചെയ്യുകയാണ്. അൽ ഇത്ഖാൻ അക്കാഡമി MIC ദേശമംഗലം, നമുക്കറിയുന്ന MIC വളരെ കാലം പഴക്കമുള്ള ദേശമംഗലത്തെ MIC എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനം, അവിടെ ഇഷ്ക് മജ്ലിസും മജ്ലിസുന്നൂർ സമാരംഭ പ്രഭാഷണവും നവംബർ 7, 8 അതായത് വരുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുകയാണ്. പരിപാടിയിലേക്ക് സംഘാടകർക്ക് വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കന്മാർ, ഉമറാക്കൾ, സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ, മമ്മി ഹാജിയുടെ കുടുംബം, 6 മക്കളും അവരുടെ ഉമ്മയും, പിന്നെ നാട്ടിലും വിദേശത്തും പലയിടങ്ങളിലുമുള്ള നമ്മുടെ മേനോൻ സാർ അടക്കമുള്ള ഈ സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികൾ, ഒരുപാട് ആളുകൾ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ വലിയ ഒരു കുടുംബം ഈ സ്ഥാപനത്തെ ചേർത്ത് പിടിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ മരിച്ചു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് സർവ്വ അനുഗ്രഹങ്ങളും അല്ലാഹു ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതി ദുആ ചെയ്യാം. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ഒന്ന് നീച്ചിട്ട് ഈ സദസ്സിലേക്ക് ഒന്നും വന്നാണ് ഒരു ഫാത്തിഹ ദോരക്കും. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദോരക്കാൻ പറഞ്ഞാൽ അപ്പോൾ റോട്ടിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും വരും. ഫാത്തിഹ ദോരക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ ഭക്ഷണവും റെഡിയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്നിന് പോകുന്നാൾ ഇൻഷാ അല്ലാഹ്. ഫാത്തിഹ ദോരക്കലിൽ എല്ലാവരും പങ്കെടുക്കുക. അതിനാണല്ലോ നമ്മളിവിടെ വന്നത്. സർബത്തായ ഉപദേശം ഇൽമുമായി ബന്ധപ്പെട്ട മഹത്തായ അൽഹംദുലില്ലാഹ് ഫഖറുദ്ദീൻ തങ്ങൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഫാത്തിഹ ദുആ ചെയ്യണം. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിനൊക്കെ സമാരംഭം കുറിച്ച ബഹുമാനപ്പെട്ട മർഹൂം മമ്മിയാജിയുടെ കൂടെ സന്തത സഹചാരിയായി ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട K. യൂസഫ് സാഹിബ്, വല്ലപ്പഴത്തെ മുഖാനയുടെ മാനേജറായി, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകള് ഒരു അസുഖബാധിതയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാഹു തആല പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സലാമത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി, ഡയാലിസിലുള്ള ആളുകൾ, പിന്നെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്കും ശമനത്തിന് വേണ്ടി, സലാമത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. അത് പ്രകാരം തന്നെ പല രൂപത്തിലുള്ള, നേരത്തെ സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ് സഹായങ്ങൾ ചോദിച്ചപ്പോൾ പല രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ തന്നതായ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ദൈർഘിക്കുന്നത് കൊണ്ട് ഒന്നും വിശദമായി പറയുന്നില്ല. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട തങ്ങൾ ദുആ ചെയ്യാണ്. അത് കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ, സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് ദിവസങ്ങളായി അവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവരിപ്പോൾ അവിടെ വന്ന് ഭക്ഷണം തയ്യാറാക്കി. അപ്പോൾ അതിലൊരാളുടെ കൈ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ചെമ്പിൻ്റെ ഉള്ളിലേക്ക് അറിയാതെ പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി അതിന് ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി വന്നിരിക്കുക. അല്ലാഹു തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ മേനോൻ സാർ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞതൊരു കുടുംബമാണ്. മനോസിലാർ ഇസ്ലാമിക് കോംപ്ലക്സ് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ വരുന്ന ആളുകൾക്ക് ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും കുടിവെള്ളം ഉൾപ്പെടെ എല്ലാവരും കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ അവരുടെ ദുആഹിന് വേണ്ടി ക്ഷണിക്കാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിനിങ്ങളെ, നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ. ധാരാളം സഹോദരന്മാരും സഹോദരികളും നമ്മുടെ ഈ അനുഗ്രഹീത മജ്‌ലിസിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ അല്ലാഹു നിറവേറ്റി തരട്ടെ. إلى حضرة روح نبينا وشفينا وحبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير يا رب العالمين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن